ദൈവം നമ്മളെ സഹായിച്ചു. നമുക്ക് തുടർമാനമായിട്ട് പിന്നെയും അതേപോലെ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് മീറ്റിങ്ങുകളെ കണ്ടക്ട് ചെയ്യുവാൻ ലൈവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. എല്ലാ മേഖലയിലും നിങ്ങളെയും എന്നെയും സാക്ഷിയാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിച്ച് നന്ദിയോടെ മുന്നോട്ട് പോകാം. നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. എൻ്റെ ശരീരം പരിശുദ്ധ ആത്മാവിൻ്റെ മന്ദിരമാണ്. രോഗശക്തിക്കോ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുക തന്നെ ചെയ്യും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനിത് കേൾക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും എന്നിലൂടെ വരുവാൻ ലോകരാജ്യത്തോട് പ്രവചിക്കുവാനും കർത്താവ് എന്നെ കുടുംബമായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ ലൂക്കോസ് ശ്ലീഹായുടെ വചനം ധ്യാനിച്ചു വരുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. ആമേൻ. നമ്മുടെ UK മീറ്റിംഗ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വരുന്ന ശനിയാഴ്ച, ഇനിയിപ്പം 4-5 ദിവസം കൂടിയേ ഉള്ളൂ. വരുന്ന ശനിയാഴ്ചയാണ് UK മീറ്റിംഗ്. ഈസ്റ്റ് ഹാമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവരൊക്കെ എത്തുക. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങളെ നിറച്ചു വിടുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ എല്ലാ നിരാശകളെയും മാറ്റുന്നൊരു കർത്താവുണ്ട്. ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ദൈവം ആലോചനയാൽ നിങ്ങളെ നിറയ്ക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ആത്മപകർച്ചയെ ചെയ്യുവാൻ ഇടയായിത്തീരും. അത്ഭുത രോഗസൗഖ്യങ്ങളെ യേശു ക്രിസ്തു നിങ്ങൾക്ക് തരും. ആമേൻ. ഗ്യാരണ്ടിയാണ്. കാര്യം യേശു ജീവിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കാൻ നന്ദി. നിങ്ങൾക്ക് ഇനി ലൊക്കേഷനുകൾ എൻ്റെ അകത്തുണ്ട്, നോട്ട് ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവവചനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യത്തിലാണ് ഇന്നിവിടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് ആദ്യമേ പറയുകയാണ്, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഒരു ഉപമ പറയുകയാണ്. അവൻ ഉപമ പറഞ്ഞത്, ഒരുത്തൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവർ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. എന്നാൽ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു, വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. അപ്പം കർത്താവ് അതിന് ഉപമയും പറയുന്നുണ്ട്, ഒരു പൊരുളും പറയുന്നുണ്ട്. ഒന്ന്, മാനസാന്തരപ്പെടാത്തവർ നശിക്കും. അതിന് കർത്താവ് പറയുകയാണ്, ഒരു അത്തിവൃക്ഷത്തെ പറ്റി പറയുകയാണ്. അത് കുറേ നാളായിട്ട് ഒരു ഫലവും തരും. നമ്മളങ്ങനെയല്ലേ പൊതുവേ, നമ്മുടെ വീട്ടിൽ ഒരു മരം നട്ടിട്ട് അതിന് ഫലം തരുന്നില്ല എങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിയ തഴച്ചു വളർന്നിരിക്കുക. പക്ഷെ അതിന് ഫലമൊന്നും തരുന്നില്ല എങ്കിൽ നമ്മളത് വെട്ടിമാറ്റും, അല്ലേ? ഇതേപോലെ കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടാത്തതെല്ലാം നശിക്കും, ഒരു പ്രയോജനവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം? നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം, ബൈബിൾ തുറക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നൊരു വാക്കാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനപ്പെടണം. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞാൽ, മാനസാന്തരം എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഇതാണ്: മനം തിരിയുക, അല്ലെങ്കിൽ ചേഞ്ച് യുവർ മൈൻഡ്.
അപ്പോൾ ചേഞ്ച് ചെയ്യുക എന്നൊരു വാക്കാണ്. അപ്പോൾ ഞാൻ ഈ വാക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ യേശുവിലേക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ ആദ്യം തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നെന്നല്ലാതെ ക്രിസ്തുവായിട്ടോ വചനവുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത 91 സങ്കീർത്തനം മാത്രം കാണാപ്പാടെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ വിശ്വസിച്ചൊരു സമയം എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശുവിൽ നിന്നും അകന്നു പോയൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദൈവീക സ്പർശനം എൻ്റെ മേൽ വന്നു 2012. അതെന്നെ മാറ്റം കൊണ്ടുവന്നു. പലരും പറഞ്ഞു ഇതാണ് മാനസാന്തരം. ആ വ്യക്തിക്കൊരു മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ യേശുവിൻ്റെ പുറകെ വന്നു, വചനം ധ്യാനിക്കുവാൻ തുടങ്ങി. അതുമാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. അനേകരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും പ്രവചിക്കുവാനും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും തുടങ്ങി. ജനം പറഞ്ഞു ആ വ്യക്തി മാനസാന്തരപ്പെട്ടു. എന്നാൽ അതിൻ്റെ പദം ചേഞ്ച് യുവർ മൈൻഡ് എന്ന് കൊടുത്തേക്കുന്നത്. ഞാനത് ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറഞ്ഞപ്പം ആ വാക്കിൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ബൈബിൾ എപ്പോഴും ഭയങ്കര കണക്ഷനുള്ള പുസ്തകമാണ്. ബൈബിൾ എപ്പോഴും ഭയങ്കര കണക്ഷനുള്ളൊരു പുസ്തകമാണ്. യേശുക്രിസ്തു ഈ വാക്ക് പറയുന്ന സമയത്ത് ഓൾറെഡി കർത്താവിൻ്റെ വചനത്തിൽ ഇതിൻ്റെ എല്ലാം കണക്ഷനുണ്ട്. ഈ ചേഞ്ച് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്കറിയാം മനസ്സിൻ്റെ അകത്താണ് നമുക്ക് ഈ മനസ്സെന്ന് എപ്പോഴും പറയുമ്പോൾ ഓർത്തോണം, നമ്മുടെ ഹൃദയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സ് അഥവാ ഹൃദയം, ചിന്തകളും നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ പാപചിന്ത വരുന്നതും ദൈവചിന്ത വരുന്നതും ഭയചിന്ത വരുന്നതും പ്രയാസം വരുന്നതും എല്ലാം ഹൃദയത്തിൽ അഥവാ മനസ്സിലാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ അകത്തൊരു മാനസാന്തരത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബൈബിൾ പറയുന്നു നിങ്ങളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യുന്നു. എന്താണ് ഈ ചേഞ്ച് എന്നുള്ളത് തപ്പിപ്പോയപ്പോഴാണ് നമുക്ക് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അവിടെ 16 അധ്യായത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞേക്കുന്നൊരു വാക്കുണ്ട്. 36 അധ്യായത്തിൻ്റെ താഴേക്ക് 26 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നോക്കിക്കേ, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളത്തിൽ ആക്കും. 2 കാര്യമാണ്. ഒന്ന്, പുതിയൊരു ഹൃദയം അഥവാ മനസ്സ്. 2, പുതിയൊരാത്മാവിനെ നൽകും. അടുത്ത വാക്യത്തിൽ പറയുന്നു, കല്ലായുള്ള ഹൃദയം. ഒരു വ്യക്തി പാപത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ ഹൃദയം കല്ല് പോലെയാണ്. കല്ലായുള്ളൊരു ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസളമുള്ള ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കണ്ടോ? അപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ വഴിയെ വരണമെങ്കിൽ കല്ലായുള്ള ഹൃദയം മാറിപ്പോണം. നമുക്കെല്ലാം കല്ലായ ഹൃദയം ഉണ്ടായിരുന്നു. പാപത്തിൽ ജനിച്ച എല്ലാ വ്യക്തിക്കകത്തും കല്ലായ ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ചേഞ്ച് യുവർ മൈൻഡ് അല്ലെങ്കിൽ ചേഞ്ച് യുവർ ഹാർട്ട്. ഇത് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ പറയുന്നു, പാപങ്ങളെ ഏറ്റുപറ നിങ്ങൾ. കണ്ടോ? അപ്പം പാപമുള്ള ഹൃദയം കല്ലായ ഹൃദയമാണ്. ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കത്തില്ല? ഈ വ്യക്തിക്കകത്തോട്ട് പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കുറവല്ല, എൻ്റെ കുറവാണ്. എന്നാൽ പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചക പുസ്തകത്തിൽ പറയുന്നു, ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരും, നമ്മുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ എന്തു ചെയ്യും? കൊണ്ടുവരും. ആമേൻ. അപ്പോൾ പഴയ കഠിന ഹൃദയം ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അകത്ത് വസിക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കുറവല്ല. നമുക്ക് തന്നെ അറിയാം അല്ലേ? നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും വ്യക്തി മലിനകരമായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വസ്തുക്കൾ, നാറ്റം വമിക്കുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ ജീർണിച്ച് കിടക്കുന്ന എന്തെങ്കിലും വസ്തുവോ കൊണ്ട് നിങ്ങളുടെ സീറ്റിലിട്ടാൽ നമ്മളവിടെ ഇരിക്കത്തില്ല അല്ലേ? ആ നാറ്റം നിമിത്തം നമ്മളവിടെ നിന്ന് മാറിപ്പോകും. ഇതേപോലെ പാപത്തിലിരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന് വാസം ചെയ്യുവാൻ കഴിയത്തില്ല. പകരം തമ്പുരാൻ എന്ത് ചെയ്തു? നമുക്ക് പുതിയൊരു ഹൃദയം തന്നു. ഇതാണ് മാനസാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിട്ടില്ലേ ബ്രദറെ, ഇത്രയും നാളും ആ വ്യക്തി ഇന്നലെ വരെ ചീത്തയും പറഞ്ഞ് ലോകത്തിലും പാപത്തിലും മദ്യപാനത്തിലും വെറുക്കൂത്തിലും നടന്ന മനുഷ്യൻ. എൻ്റെ കാര്യം ഞാനീ പറഞ്ഞത് കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ബൈബിളും പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ബൈബിളും പിടിച്ചുകൊണ്ട് അദ്ദേഹം സുവിശേഷം പറയുന്നു. ഇതെന്തുവാ സംഭവിച്ചത്? പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം.
ഹല്ലേലൂയ. അടുത്തത് പുതിയൊരാത്മാവ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, ചേഞ്ച് യുവർ മൈൻഡ്, പുതിയ ഹൃദയം നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ നശിക്കും. അപ്പോൾ ഒരു വ്യക്തി പുതിയ ഹൃദയം എങ്ങനെ ലഭിക്കും? അതാ ചോദ്യം. ബ്രദറെ, പുതിയ ഹൃദയം, ഓക്കെ, എനിക്ക് പുതിയ ഹൃദയം ലഭിച്ചാലേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വാസം ചെയ്യുവാൻ കഴിയത്തുള്ളെങ്കിൽ, നോക്കിക്കേ, പുതിയ ഹൃദയം വന്ന വ്യക്തി ഒരിക്കലും നശിക്കത്തില്ല. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞ് പുതിയ ഹൃദയം വെച്ച ആളുകളെപ്പറ്റി ബൈബിള് പറയുന്നു, ആ വ്യക്തി നശിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ. ആമേൻ. നോക്കിക്കേ, പുതിയ ഹൃദയം, അതാണ് പറഞ്ഞത്. തമ്പുരാൻ പറഞ്ഞില്ലേ, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, എൻ്റെ അർത്ഥം പുതിയ ഹൃദയം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്തു സംഭവിക്കും? നിങ്ങൾ നശിച്ചു പോകും. നോക്കിക്കേ, മാനസാന്തരപ്പെടാഞ്ഞാൽ, മനം തിരിയാഞ്ഞാൽ, ചേഞ്ച് ചെയ്തില്ല എങ്കിൽ ഉറപ്പായും നിങ്ങൾ നശിച്ചു. അപ്പോൾ ഒരു ചോദ്യം, കർത്താവേ, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ചേഞ്ച് വരുത്തുന്നത്? ആമേൻ. നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് പുതിയ ഹൃദയം നമുക്ക് ലഭിക്കുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം നമുക്ക് പുതിയ ഹൃദയം തരും. ഹല്ലേലൂയ. അപ്പോൾ പുതിയ ഹൃദയം തരണമെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധയാത്മാവാണ് ഒരു വ്യക്തിക്കകത്ത് മാനസാന്തരത്തെ തരുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഏതോ ഒരു ബ്രദർ സുവിശേഷം പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ യേശുവിലേക്ക് വന്നു. അല്ല, ആ ബ്രദർ സുവിശേഷം പറയുവാൻ, നമുക്കറിയാം, ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി അപ്പോസ്തല പ്രവർത്തിയിലുണ്ട്. ലുദിയ, തുയത്തേര പട്ടണക്കാരിയായ രക്താംബരം വിൽക്കുന്ന ഒരു സഹോദരി അപ്പോസ്തല പ്രവർത്തിയിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹ കുളക്കരയിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ കുറേ സഹോദരിമാർ അവിടെയുണ്ട്. അപ്പോൾ ഈ ലുദിയ എന്ന് പറയുന്ന സഹോദരി അവിടെ നിൽക്കുന്നുണ്ട് ആ കുളക്കരയിൽ. ബൈബിൾ പറയുന്നു, സുവിശേഷം കേൾക്കേണ്ടതിന് ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. പുതിയ ഹൃദയം കൊടുത്തില്ല, ഹൃദയത്തെ തുറന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് കേൾക്കേണ്ടതിന്, വിശ്വസിക്കേണ്ടതിന് ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. അവളും അവളുടെ കുടുംബവും യേശുവിനെ വിശ്വസിച്ചു എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. അപ്പം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറന്നിട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഹൃദയം ലഭിക്കുന്നു. അതുകൊണ്ടല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ട വ്യക്തി ഒറിജിനലായിട്ടും രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാവോ? ആ വ്യക്തിക്ക് മറ്റുള്ളവനെ സ്നേഹിക്കുവാൻ പറ്റും. യഥാർത്ഥ മാനസാന്തരം എന്നൊക്കെ പറയത്തില്ലേ? യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വരെ നിങ്ങൾക്കെല്ലാം ശത്രുക്കളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരായി മാറി. കണ്ടോ? ഇന്നലെ വരെ നിങ്ങളുടെ ഇഷ്ടം ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് യേശുവുമായൊരു അട്രാക്ഷൻ, യേശുവുമായിട്ടൊരു ആകർഷണം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഹൃദയം മാംസളമായ ഹൃദയമാണ്, ഇത് കല്ലല്ല. ആമേൻ. അപ്പം ഇത് ലഭിച്ചത് എങ്ങനെയാണ്? നമുക്ക് ഈ നാശം എന്ന വാക്കിൽ നിന്നും തുടങ്ങാം അല്ലേ? കേട്ടോണേ. ലൂക്കോസിൽ പറയുന്നു, ഞാൻ പലപ്പോഴും നിങ്ങൾ പറയണം, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ വീടിൻ്റെ അകത്ത് പ്രശ്നക്കാരാണെന്ന് വിചാരിച്ചു, മക്കളും ഒക്കെ പ്രശ്നക്കാരാണെന്ന് വിചാരിച്ചു, അവർ ഒരു രക്ഷയില്ല, ബ്രദറെ എത്ര പ്രാർത്ഥിച്ചിട്ട് അവർ ശരിയാകുന്നില്ല. ഇനി കേട്ടോണേ, അങ്ങനെയുള്ളവർ നേരെയാകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവേ, അങ്ങ് അവർക്കൊരു മാനസാന്തരം കൊടുക്കണം. എന്താ മാനസാന്തരം എന്നറിയാവോ? പുതിയ ഹൃദയം. ഈ കഠിന ഹൃദയം ഉള്ളതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, യേശുവിലേക്ക് അടുക്കാത്തതിൻ്റെ കാരണം കഠിന കല്ലായ ഹൃദയമുള്ളത് കൊണ്ടാണ്. ഇത് ലോകത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ്, അവർക്ക് അപ്പം മാനസാന്തരം വരണമെങ്കിൽ, പുതിയ ഹൃദയം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത് തരാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഇനി കേട്ടെ, ഇവിടെ നോക്കിയാൽ മാനസാന്തരപ്പെടാഞ്ഞാൽ അവർ നശിച്ചു പോകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പരിചിതമായ വാക്യമാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല. നോക്കിക്കേ, അപ്പം ഇവിടെ നമ്മൾ ലൂക്കോസിൽ കണ്ടു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും. യോഹന്നാൻ പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. അപ്പം ഇവിടെ നശിച്ചു പോകുമെന്ന് പറയാൻ കാരണം പുതിയ ഹൃദയമില്ലാഞ്ഞിട്ടാണെങ്കിൽ, ഇവിടെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും ആ സമയത്ത്? അങ്ങനെയാണെങ്കിൽ ഇത്രയും കേട്ടത് വെച്ച് എന്ത് ലഭിക്കും?
ഒരു പുതിയ പുതിയ ഹൃദയം ലഭിക്കുന്നു. അപ്പൊ എന്തിനാ ഈ പുതിയ ഹൃദയം? എന്തിനാ പലർക്കും പുതിയ ഹൃദയം? പുതിയ ഹൃദയത്തിൽ ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ പുതിയ ഹൃദയത്തിന്റെ പ്രത്യേകത അവിടെ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. കണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്ക് കണ്ടോ? എസെക്കിയേലിന്റെ പുസ്തകത്തിൽ മറക്കരുതേ. എന്തിനാ ബ്രദർ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്? കേൾക്കാം, ഞാൻ പറഞ്ഞു തരാം. പുതുവഴികൾ തുറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലാക്കും. കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം തരും. തെളിവ് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മാവകത്തോട്ട് വരുമ്പം നടക്കണ്ട, ദൈവം നടത്തുക. കണ്ടോ? അതിന് കല്ലായ ഹൃദയമുള്ളവരെ നടത്താൻ പറ്റാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ ഒരു സീറ്റ് വേണം. അതാണ് മാംസളമായ ഹൃദയം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നടത്തുന്നത് കൊണ്ടാണ് ഒരു നാളും നശിക്കത്തില്ലെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ, പുതിയ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വിശ്വസിച്ചവരുടെ മേൽ പുതിയ ആത്മാവ് വരുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ പകർന്നിട്ട് എൻ്റെ ചട്ടങ്ങളിൽ, അഥവാ എൻ്റെ വചനത്തിൽ ഞാൻ അവരെ നടത്തും. ആത്മാവ് നടത്തുന്നത് കൊണ്ട് ഒരു നാളും നശിക്കത്തില്ല. കണ്ടോ? ഫുൾ ഗ്യാരണ്ടിയാ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ പരം ഒരു ഗ്യാരണ്ടി ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഒരു നാളും നശിക്കത്തില്ല. ഇതാണ് മാനസാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർത്തുകൊണ്ട് എന്തിനാണെന്നറിയാവോ? ബ്രദറെ, അതൊന്നും മാനസാന്തരപ്പെടാത്തവരാ, പാപികളാ. കണ്ടോ? ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് എന്നാ വ്യത്യാസം? ഞങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടു ബ്രദറെ, പുതിയ ഹൃദയം ലഭിച്ചിരിക്കുന്നു. ഇനി പുതിയ ഹൃദയം ലഭിച്ചു കഴിഞ്ഞാൽ പുതിയൊരാത്മാവ് നമുക്ക് വരുന്നു, അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുന്നു. ഇനി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടത്തുന്നു. കണ്ടോ? ഇനി ബ്രദറെ, ഇനി ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയത്തില്ലേ, ഇനി നമുക്ക് ഈ വചനത്തിൻ്റെ പ്രാധാന്യം ഒന്ന് പഠിക്കാം. വചനത്തിൻ്റെ പ്രാധാന്യം. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവ് നിങ്ങളെ നടത്തും. കണ്ടോ? നിങ്ങളിപ്പോൾ ഒരു വചനം പറയുക, ഉദാഹരണം പറയണേ, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ലോകത്തിനറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കും. നിങ്ങൾ ഈ വചനം പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വചനം പറയുമ്പോൾ ആത്മാവ് നിങ്ങളെ ആ വചനത്തിൽ നടത്തും. വ്യത്യാസം കണ്ടോ? നിങ്ങൾ പറയുന്നു, ആത്മാവ് നടത്തുന്നു. നിങ്ങൾ പറയുന്നു, ആത്മാവ് നടത്തുന്നു. നിങ്ങളുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ അകത്ത് വന്ന ആത്മാവിന് എന്ത് വേണം? നിങ്ങളുടെ അകത്തുനിന്നും വചനം വേണം. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന 10-ാം വാക്യം നമുക്ക് ഓടിയൊന്ന് പോകാവേ. യോഹന്നാൻ 10:10 കർത്താവ് ഒരു വലിയൊരു ഉപമ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. യോഹന്നാൻ 10:10 പറയുന്നു. ആടുകളുടെ ഉപമ നമുക്ക് പലപ്പോഴും ഈ വാക്യം എടുക്കുന്നതാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഒരു വാക്കുണ്ട്. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. 10:9 എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും, അവർ നശിക്കത്തില്ല. കേട്ടോ? അവർ അകത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. എന്താണ് ഈ മേച്ചിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ? ഒരാടിനെ സംബന്ധിച്ചിടത്തോളം ആടിന് വേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് പച്ചയായ പുൽപ്പുറം. നിങ്ങളിപ്പോൾ ആടിന് ഒരു പച്ചപ്പുമില്ലാതെ നിങ്ങളെല്ലാ ദിവസവും ആടിനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കും? അതിന് പച്ചപ്പുല്ല് കിട്ടാത്തത് കൊണ്ട് ആട് നശിച്ചു പോകും, അല്ലേ? ആട് നശിച്ചു പോകും. എന്നാൽ ഇവിടെ വചനം യേശു പറയണം, ഞാനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി അവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. അവൻ അകത്തു വരും, മേച്ചിൽ കണ്ടെത്തും. കണ്ടോ? മേച്ചിൽ കണ്ടെത്തും. അപ്പം നിങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് നശിക്കത്തുമില്ല, നിങ്ങൾ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. എങ്ങനെ? ഇതാണ് രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണമാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തിൽ വഴി നടത്തുന്നു. അപ്പം നിങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്, ഞാൻ ഈ ബ്രദറെ ഈ വചനമൊക്കെ കേട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബ്രദറെ വഴി തുറക്കുന്നത്? നിങ്ങൾ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പച്ചപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആത്മാവ് നിങ്ങളെ നോക്കിക്കേ. എസെക്കിയേലിൻ്റെ ആ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എന്താ അവിടെ സംഭവിക്കുന്ന കാര്യം നോക്കിക്കേ. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലാക്കി
നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തുമാറാക്കും. നിങ്ങൾ നടക്കണ്ട. പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടിയാണ് നിങ്ങളെ നടത്തുക എന്നുള്ളത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും നശിക്കത്തില്ല എന്ന് പറയാൻ കാരണം നിങ്ങളെ നടത്തുന്നയാളുടെ മിടുക്കാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ മിടുക്കാണ് എൻ്റെ ഉറപ്പെന്ന് പറ. ആമേൻ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളൊരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ പോലെ പറയുക, കർത്താവേ യഹോവ എൻ്റെ ഇടയനാവുന്ന എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, കർത്താവെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നടത്തും, സ്വസ്ഥതയുള്ളത്തിൽ എന്നെ കടത്തും എന്നൊക്കെ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വചനം നിങ്ങളുടെ അകത്തുനിന്നും റിസീവ് ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ നോക്കിയാൽ വാക്കുന്നുണ്ടോ? നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. അഥവാ വചനം, ദൈവത്തിൻ്റെ വചനത്തിൽ അതിൻ്റെ ഫുൾഫില്ലിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഓർക്കുന്ന എന്നാന്ന് വിചാരിച്ച ബ്രദറെ, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, വചനം കേൾക്കാൻ കൊതിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടത് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നില്ല, പകരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് തന്നെ പറയുക, രക്ഷിക്കപ്പെട്ട വിശ്വാസി പറയുക, ഓ എൻ്റെ ബ്രദറെ ഞങ്ങളുടെയൊക്കെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളെ നടത്തേണ്ടതിനാ. അല്ലാതെ നിങ്ങൾ പറയുന്ന തോന്നിവാസം പറയുന്ന വാക്കുകൾ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിൽ ക്ഷമിക്കണവേ, നമ്മൾ പറയുന്ന ചില നെഗറ്റീവ് വാക്കുകളിൽ നമ്മളെ നടത്താൻ വേണ്ടി അല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പകരം പരിശുദ്ധാത്മാവിനെ ദൈവം എൻ്റെ നിങ്ങൾ ആ വാക്കുകൊണ്ടോ, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലാക്കി വെച്ചത് എൻ്റെ ചട്ടങ്ങളിൽ നടത്താൻ വേണ്ടി. അപ്പം വചനം പറയുന്ന വ്യക്തി അത്ഭുതം കാണുമെന്ന് ഇത്ര ഗ്യാരണ്ടി പറയാൻ കാരണം അകത്തൊരാളിരിപ്പുണ്ട്. ആമേൻ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് എങ്ങനെയാണ്? യോഹന്നാൻ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. എന്താണ് സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗവും യേശുവിന്റെ പ്രസംഗം എന്തുവായിരുന്നു? അതിനുശേഷം യേശു ക്രിസ്തു വന്നിട്ട് ഒരു കാര്യം പ്രസംഗിക്കും, ഒരു വാക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്തുവാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു. യോഹന്നാൻ സ്നാപകം പറഞ്ഞത് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനപ്പെടണം. യേശു പറഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. കണ്ടോ? അതായത് നിങ്ങൾക്ക് പുതിയ ഹൃദയം കിട്ടണമെങ്കിൽ സുവിശേഷത്തെ നിങ്ങൾ അറിയണം. എന്താ സുവിശേഷം? എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ബൈബിൾ പറയുന്നു, എൻ്റെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, എൻ്റെ ജഡ മനസ്സിലൊരു മാറ്റം വരേണ്ടതിന്. പാപമാണ് എൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയെങ്കിൽ സുവിശേഷം പറയുന്നത് എന്താ? സുവിശേഷം 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആ വാക്ക് നോക്കിക്കേ. 2 തിമോത്തിയോസ് 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, യേശുവിനെ ഓർക്കുക, അതാകുന്നു സുവിശേഷം. നോക്കിക്കേ, വചനം കണ്ടോ സ്ക്രീനിൽ? 2 തിമോത്തിയോസ് 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, ഉയർത്തു, ഇതാകുന്നു സുവിശേഷം. അപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം, മരണ, പുനരുദ്ധാനം. എന്താ സംഭവിച്ചത്? ഈ യേശു ജനിച്ചത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നോക്കിക്കേ. ഒരു മകനെ പ്രസവിക്കും, തൻ്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പോൾ യേശുവിൻ്റെ ജനനം തന്നെ എൻ്റെ പാപത്തിൽ നിന്നും, അതായത് കഠിനമായ പാപ ഹൃദയത്തിൽ നിന്നും എന്നെ വിടുവിക്കേണ്ടതിന് യേശു ജനിച്ചു. യേശു മരിച്ചത് എൻ്റെ ജഡ മനസ്സിനെ തകർക്കുന്ന, എൻ്റെ ജീവിതം തകർക്കുന്ന ലോകത്തിൻ്റെ ഹൃദയത്തെ തകർത്തിട്ട് അവൻ ഉയർത്തിട്ട് ബൈബിൾ പറയുന്നു പുതിയൊരു ഹൃദയം എനിക്ക് തരുന്നു. കണ്ടോ? ഇതാണ് വീണ്ടും ജനനം. ഇങ്ങനെ വീണ്ടും ജനിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യഹോവയുടെ ആത്മാവ്. ഈ ആത്മാവുള്ള നിങ്ങൾ ഒരു നാളും നശിക്കത്തില്ല, ഒരു നാളും നശിക്കത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയേ.
അപ്പോൾ നിങ്ങൾക്ക് ഈ അകത്ത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവരാണ് ഈ നശിക്കുന്നത്. ഇനി താഴെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാവേ. നോക്കിക്കേ, താഴെ ഒരു വാക്യം കൂടെ നോക്കിക്കേ. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ആദ്യം പറഞ്ഞപ്പോൾ പറയുന്നു, കർത്താവ് ഒരു ഉപമ പറയുന്നത് കൊണ്ടോ, ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. ആ തോട്ടക്കാരൻ എന്ത് ചെയ്തു? 3 വർഷം അതിൽ അത്തി ഒന്നും കാണാത്തത് കൊണ്ട് അതിനെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു വാക്ക് പറയുന്നു, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മുമ്പൊരു വാക്യമുണ്ട്, അതിനവൻ, കർത്താവേ, ഞങ്ങൾ അതിനു ചുറ്റും കിളച്ചു വളമിട്ടുവോളം അത് ആണ്ടും കൂടെ നിൽക്കട്ടെ. അതായത് 1 വർഷം കൂടെ നോക്കാം, നമുക്ക് വളമൊക്കെ ഇട്ട് ഇളക്കി മറിച്ച് ഒന്ന് നോക്കാം. ഇനി കായ്ച്ചില്ലെങ്കിലോ അത് വെട്ടിക്കളയാം. കണ്ടോ? അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകും. പല ആൾക്കാരും പറയും, ഈ ലോകത്തിലെ ജീവിതം ഭയങ്കര ദുരിതമായ ജീവിതമാണ്. എൻ്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ടവന് ഇതേ കൂടുതൽ ഗ്യാരണ്ടി എന്തു പറയാനാ? രക്ഷിക്കപ്പെടാത്തവൻ നശിച്ചു പോകും, അവൻ തകർന്നു പോകും, അവൻ നാശത്തിലേക്ക് പോകുമെങ്കിൽ രക്ഷിക്കപ്പെട്ടവൻ ജീവനിൽ വാഴും. ഓ ജീസസ്! അപ്പോൾ എന്താ ബ്രദർ ഇത്ര ഗ്യാരണ്ടി ബ്രദർ പറയാൻ പറ്റും? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും തകർക്കാൻ വേണ്ടി നടത്തത്തില്ല. ഞാൻ പറയുന്നല്ല കേട്ടോ. എസെക്കിയേൽ പറയുന്നു, എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലാക്കി എൻ്റെ വചനത്തിൽ നടത്തും. ഞാൻ ചോദിച്ചോ, വചനത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ നശിച്ചു പോകുന്നോ, തകർന്നു പോകുന്നോ, രോഗം വന്ന് നിങ്ങൾ തീർന്നു പോകുന്നോ, നിങ്ങൾ മുഴുവൻ മുടിഞ്ഞു പോകുന്നോ എവിടെയെങ്കിലും വചനത്തിലുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തിൽ നടത്തുമ്പോൾ വചനത്തിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ തീർന്നു പോകുമെന്നോ, നശിച്ചു പോകുമെന്നോ, തകർന്നു പോകുമെന്നോ, ദുരിതം അനുഭവിക്കുമെന്നോ ഒന്നും പറയുന്നില്ല എങ്കിൽ ആത്മാവ് നടത്തുന്നത് വചനത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ വാക്ക് കണ്ടോ, ചുറ്റും കിളച്ച് വളമിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ വളമൊന്നും ഇടുന്നൊന്നുമില്ല, വചനം നമ്മൾ ഇട്ടു കൊടുക്കണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വചനം നിങ്ങൾ കൊടുക്കണം അകത്തോട്ട്. ബ്രദറെ, ഞാൻ നിൽക്കുന്ന സ്ഥലം വലിയ പ്രതികൂലമായി നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന് നടത്താൻ പറ്റാത്ത ഒരു സ്ഥലവും ഇല്ല കേട്ടോ. നാശക്കുഴിയിൽക്കകത്ത് കിടക്കുന്ന ഭവനമാണ് നിങ്ങളുടെ ഭവനമെങ്കിലും നിങ്ങൾ വചനം കൊടുക്കുക പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തിൽ വഴി നടത്തും. കണ്ടോ? ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോയ ശേഷം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ വരികയില്ല, കാര്യസ്ഥൻ വന്നാലോ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. അപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വരുന്ന പ്രോസസ്സാണ് മാനസാന്തരം. അപ്പം ഞാൻ വന്നിട്ട് പറയും, ഒരാളോട് പറയുക, അതേ സഹോദരി മാനസാന്തരപ്പെടും, നടക്കത്തില്ലെന്നേ. ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല മാനസാന്തരം. പകരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് മാനസാന്തരം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ നിന്ന് വിളിച്ചു പറയുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണിത്, എല്ലാവരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. വരുന്നവരെല്ലാം അവർ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനപ്പെടുക. പക്ഷേ യേശു വന്നിട്ട് പറഞ്ഞൊരു വാക്കുകൊണ്ട്, യോഹന്നാനെ, യോർദാനിൽ സ്നാനപ്പെട്ടുകൊണ്ട് അവരാരും നശിക്കാതിരിക്കത്തില്ല, പകരം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താ സുവിശേഷം? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സുവിശേഷം ആക്റ്റീവ് ആകത്തില്ല. ഞാനിപ്പോൾ മരിക്കും, ക്രൂശിൽ മരിക്കും, അതിനുശേഷം ഞാൻ ഉയർക്കും. അപ്പോൾ നീ വിളിച്ചു പറയണം, യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും നശിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. ആമേൻ. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുമ്പം സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു, ഒത്തിരി ബ്രദറെ ഞങ്ങൾ ഓടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയരെ, എന്നാ ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നാ ഭാഗ്യമാണ് ലഭിച്ചെന്നറിയോ? നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. യേശു ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടിയ എൻ്റെ പ്രിയരെ, ഞങ്ങൾ ചേരുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നതിനെ വിമിഷ്ടപ്പെട്ട, ബ്രദറെ ഞങ്ങൾ മാടുത്ത്, എൻ്റെ പ്രിയരെ സന്തോഷിക്കുക, എന്നെ അവസരമാണ്. സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നത് എന്നാ ഭാഗ്യമാണെന്നറിയാവോ? ഇത് നശിക്കുന്നവരുടെ കൂട്ടമല്ല പ്രിയരെ, ഇത് ജീവനിൽ വാഴുന്ന തലമുറയാണ്. ഈ യേശുവിനെ ജീവിതത്തിൽ അറിയാൻ പറ്റിയത് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാ നിങ്ങൾ. ഈ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസരമുണ്ടല്ലോ, ഇത് പിതാക്കന്മാർ ആഗ്രഹിച്ചതാ. പഴയ നിയമത്തിൽ രാജാക്കന്മാർ കൊതിച്ചതാ. അവരാരാഞ്ഞുവെന്നാ പറഞ്ഞത്.
ഓ ജീസസ്, ഈ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ്. ഞാൻ കർത്താവിൻ്റെ സുവിശേഷം ഓരോ ദിവസവും ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയും, കർത്താവെ എന്നാ ഭാഗ്യമായത്, എന്നാ ഭാഗ്യമായത്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു അവസരം തരുന്നതാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ നശിക്കേണ്ടവരായിരുന്നു പ്രിയരെ. ഒന്ന് ഇമാജിൻ ചെയ്ത് നമുക്ക് ആ ധനവാന്റെ ആ വീട്ടിലേക്ക് ധനവാന്റെ ഉപമയിലേക്കൊന്ന് പോകാം. ധനവാൻ ഭൂമിയിൽ ഭയങ്കരമായിട്ട് ധനാഠ്യനായിട്ട് വളർന്നു. ഞാൻ ഇന്നാൾ ചിലർ ഒത്തിരി പേര് വയ്ക്കും, ബ്രദറെ ഈ ധനവാന്മാരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. അപ്പം ബ്രദർ എപ്പോഴും പറയുമല്ലോ, വാരി വിതറി കൊടുക്കും, നന്മയുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, അപ്പം ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകത്തില്ല ചിന്തയോടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നാൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് ലാസറും ധനവാനും മരിച്ചതിന് ശേഷം ധനവാൻ നരകത്തിലും ലാസർ അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെടുന്ന പർദീസയിലും, സ്വർഗത്തിലല്ല പർദീസയിലും പോകാൻ കാരണം എന്താണ്? ഇന്നാളെ കാര്യം പറഞ്ഞാൽ എന്താ കാരണം? എന്തായിരുന്നു കാരണം? പരിഗണന കാണിക്കാതിരുന്നു. ആമേൻ. അപ്പൊ അത് ഓർക്കുന്നുണ്ടല്ലേ? എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നു. പലരും പറയും, ബ്രദറെ അത് ധനവാൻ സമ്പന്നനായതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ എങ്ങനെയല്ല, അവിടെ ഒരു വാക്കുണ്ട്, ആ ലാസറിൻ്റെ ശരീരത്തിൽ വ്രണമുണ്ടായിരുന്നു, ആ വ്രണത്തെ വന്നുകൊണ്ടൊരു നായ നക്കുവായിരുന്നു. ഇത് കണ്ടിട്ടും നമുക്കറിയാം, നല്ല ശമരിയക്കാരൻ്റെ ഉപമ യേശു പറയുന്നുണ്ട്. ഒരുവൻ മുറിവേറ്റ് കൊള്ളക്കാരാക്രമിച്ച് മുറിവേറ്റ് കിടക്കുന്ന സമയത്ത് അതിലെ വന്ന പുരോഹിതനും പരീശനും ഒക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. എന്നാൽ അവിടെ വന്ന ഒരു നല്ല ശമരിയാക്കാരൻ എന്ത് ചെയ്തു? അവൻ്റെ മുറിവുകളെ കെട്ടി അതിൽ എണ്ണ പുരട്ടി അവനെ എടുത്തുകൊണ്ട് വഴിയമ്പലത്തിൽ കൊടുത്ത്, സകല ചെലവും ഞാൻ വഹിച്ചോളാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഒരു നല്ല ശമരിയാക്കാരൻ്റെ ഉപമ യേശു പറയുന്നുണ്ട്. കണ്ടോ? മുറിവേറ്റവനെ സഹായിക്കണം. ധനവാന്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ ലാസർ മുറിവേറ്റവനായി, ആ വ്രണമുള്ളവനായി കിടന്നപ്പം നായ നക്കുന്നത് കണ്ടിട്ടും അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചു. അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ. ഇതുകൊണ്ട് അവൻ നരകത്തിൽ പോയത്. മനസ്സിലായോ? പലരും ഓർക്കും അവൻ ധനാട്ടിനായതുകൊണ്ടാണ്. അല്ല പ്രിയരെ, സഹോദരനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. മാനസാന്തരപ്പെടണം. ആമേൻ. അപ്പം മാനസാന്തരപ്പെടണമെങ്കിൽ നിങ്ങൾ സുവിശേഷം പറയണം. സുവിശേഷം എവിടെ പറയുന്നുണ്ടോ അവിടെ മാനസാന്തരം ഉണ്ടാകും. സുവിശേഷം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. തെളിവ്, ശതാധിപന്റെ ഭവനത്തിലേക്ക് ഒരിക്കൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപന്റെ ഭവനത്തിലേക്ക് പത്രോസ്ലീഹ ചെല്ലുന്ന സമയത്ത് ഒരു വാക്കുണ്ട്. പാപമോചനത്തെപ്പറ്റി പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആദ്യ നാളിലെ പോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. കണ്ടോ? സുവിശേഷം പറഞ്ഞപ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. 2 പ്രാർത്ഥന. ഒന്ന്, പരിശുദ്ധാത്മാവേ അങ്ങ് ഈ വ്യക്തിയുടെ മേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയോട് സുവിശേഷം നിരന്തരം പറയണം. ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കാം, കളിയാക്കുമായിരിക്കാം, പരിഹസിക്കുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണേ, നിങ്ങളിടുന്ന വിത്ത് മുളച്ചു വരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ഉറപ്പിലേക്ക് കയറി വരണമേ, ഞാൻ നശിക്കത്തില്ല. പല ആൾക്കാരും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഈ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാതെ ജീവിക്കുന്നത്. ബ്രദറെ, നിങ്ങൾ രക്ഷപ്പെടുവോ? പിന്നെ കർത്താവ് എന്നെ അത്ഭുതം ചെയ്യും. പിന്നെയും ചോദിച്ചാൽ പറയും, കർത്താവിൻ്റെ നമ്മൾ ദൈവഹിതം പോലെ നടക്കട്ടെ. ചിലരങ്ങനെയുണ്ട്. ദൈവഹിതം പോലെ, ദൈവത്തിൻ്റെ ഹിതമാണ്, ഞാൻ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ ഹിതമാണ്, അത്ഭുതം നടക്കും. ദൈവത്തിൻ്റെ ഹിതമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. ബൈബിള് വായിക്കത്തില്ല. ഏറ്റവും വലിയ തെളിവായത് ബൈബിള് വായിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, വചനം അറിയാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ദൈവഹിതമാണ് ഞാൻ സൗഖ്യമാകും, ദൈവഹിതമാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, ദൈവഹിതമാണ് ഞാൻ രക്ഷപ്പെടും. ഇതൊക്കെ ബൈബിൾ അറിയാത്ത ആൾക്കാരാണ്. ബൈബിൾ അറിയാവുന്നവൻ പറയും, കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും നശിക്കത്തില്ല. കണ്ടോ? കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ അകത്തു വരും, പുറത്തു പോകും, മേച്ചിൽ കണ്ടെത്തും. കണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾ മേച്ചിൽ കണ്ടെത്തും. യേശുവിനെ വിശ്വസിക്കുന്നവൻ സമൃദ്ധി ഉണ്ടാകും, അവൻ്റെ ജീവിതം മാറും, അവൻ്റെ നിലവാരം മാറും, അവൻ്റെ ജീവിത തകർച്ച മാറിയിരിക്കും, അവൻ യേശുവിൻ്റെ സാക്ഷിയാകും. വചനം അറിയുന്നവൻ ദൈവഹിതം അറിയുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനം 8:26 പറഞ്ഞു, ആത്മാവിൻ്റെ ഹിതം ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഓ യേശുവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. അപ്പം ഇനി മുതൽ ആരോടും പോയിട്ട് മാനസാന്തരപ്പെടാൻ വേണ്ടി പറയരുത്, പകരം വചനം പറയണം. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, ഞാൻ ഈ വചനം പറയുമ്പോൾ അങ്ങ് അവരുടെ ഉള്ളത്തിൽ പുതിയ ഹൃദയം കൊടുക്കണപ്പാ. അങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാം രക്ഷിക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഓർത്തപ്പോൾ മനസ്സിലായോ?
ഒരു സുപ്രഭാതത്തിൽ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് രക്ഷിക്കപ്പെട്ടയാളാ. ഒരു രാത്രി കൊണ്ട് ഞാൻ ആള് മാറിപ്പോയി. എല്ലാവരും എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്നാ പരിപാടിയാ, ഇന്നലെ വരെ പാപത്തിലും ലോകത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന മനുഷ്യൻ ദേ ഇപ്പോൾ ദാണ്ട ബൈബിളും പിടിച്ചുകൊണ്ട് സുവിശേഷം പറയുന്നു. എന്നോട് തന്നെ ഞാൻ ചോദിച്ചത് എന്തുവാ പരിപാടി. അപ്പം എന്നെ കണ്ട ചില വിശ്വാസികൾ പറഞ്ഞു, ഇതൊക്കെ ആരംഭ ശൂരത്വവാ, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതെല്ലാം പൊക്കോളും. ദൈവമേ, നീണ്ട 2012 മുതൽ 2025 വരെ പലരും പറഞ്ഞു ആരംഭ ശൂരത്വം 3 മാസത്തിൽ കൂടുതൽ നടക്കത്തൊന്നുമില്ല. ഈ നീണ്ട കാലഘട്ടം ദൈവം നടത്തിയപ്പം എനിക്ക് ബോധ്യമായി, പുതിയ ഹൃദയം തന്നതുകൊണ്ടാണ് നീക്കാൻ പറ്റിയത്. പുതിയ ഹൃദയം തന്ന് ആത്മാവിനെ ഉള്ളത്തിൽ ആക്കിയത് കൊണ്ടാണ് ഇത് കഴിയുന്നത്. ഇല്ലാഞ്ഞാലോ ഞാൻ നശിച്ചു പോകും. ഞാൻ നശിച്ചു പോകാത്തതിൻ്റെ കാരണം കർത്താവ് എനിക്കൊരു പുതിയ ഹൃദയം, ഇനി വരും ദിവസം നമുക്ക് പറയാം പുതിയ ഹൃദയത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു തരാം. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ പ്രത്യേകതകൾ പറഞ്ഞു തരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്നൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് ഈ 523-24 പേര് നമുക്കിപ്പോൾ ലൈവിലുണ്ട്, സൂമിലുണ്ട്. ഇനി ആൾക്കാർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇത് സൂം ഫുള്ളാണെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ 1000 എന്നുള്ള ആ ഒരു 1000 പേരെയാണ് നമ്മൾ മേടിച്ചിട്ടിരിക്കുന്നത്. അത് ഫില്ലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ശേഷം 500-ന് ശേഷം ഒരേ സമയം 500 പേര് ഒരേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു നമ്മുടെ ഡെലിവറൻസ് മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം പല ആൾക്കാരും അവർക്ക് കയറാൻ പറ്റുന്നില്ല, ഇത് ഫുള്ളായെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 500 ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1000 കടക്കുമ്പോൾ, അതായത് അതിന് ശേഷം 500 പേര് ഒരേപോലെ പ്രസ് ചെയ്താൽ, യൂട്യൂബിൽ നിന്നോ ലൈവിൽ നിന്നൊക്കെ കയറുന്നവർ പ്രസ് ചെയ്താൽ അങ്ങനെ സംഭവിക്കും. ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നമുക്ക് ഇനിയും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് നമുക്ക് 3000 പേരുടെ പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യേശു അനേക ആത്മാക്കളെ നമ്മളിലൂടെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. രാമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഈ ദിവസങ്ങളിൽ വലിയ കൊയ്ത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി ഇപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് കൂട്ടമാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയാം. ജയനെന്ന് പറയുന്നൊരു വ്യക്തി മാനസാന്തരപ്പെടാൻ വേണ്ടി പോവാ. ഈ മാനസാന്തരം പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, മനം തിരിയാൻ വേണ്ടി പോവാ. യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജയനെന്ന് പറയുന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ പക്ഷത്തേക്ക് വരാൻ വേണ്ടി പോവാണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ജയനുമായിട്ട് ബന്ധപ്പെട്ട് 15 ഒരു ഡേറ്റും കൂടെ കർത്താവ് എന്നെ കാണിക്കുവാണേ. 15 ദിവസം, ഒരു സമയം, മാസത്തിലൊരു ഡേറ്റ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജയനുമായിട്ട് ബന്ധപ്പെട്ട് ആ ജയനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ, യേശു ആ മകനെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണേ. ആ വ്യക്തി നിങ്ങളോടൊപ്പം ദൈവത്തെ വിളിക്കാൻ വേണ്ടി പോവാണേ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. പറഞ്ഞു സിസ്റ്റർ. ഈ 15 എന്നുള്ള ഡേറ്റ് എന്താ ബന്ധം? ജയനുമായിട്ട് ബന്ധപ്പെട്ട് 15 ഡേറ്റ് എന്നാ ബന്ധം? അതെന്നാന്ന് അന്വേഷിക്ക്. അയാളുടെ ജനന തീയതി എന്നാ നോക്കിയേ. ജനിച്ച മാസത്തിൽ ഏത് ദിവസമാണെന്ന് നോക്കിയേ. 15-ാം തീയതി ജനിച്ച ജയനാണ് ആ വ്യക്തി. ഭാര്യ ഇതിൽ വിശ്വാസത്തിലുള്ള കാരണം കൊണ്ട് അവര് രണ്ടാളും സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അനിയത്തി അവളെ വീട്ടിലും അവൻ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിലുമാണ് താമസിക്കുന്നത്. ഈ പറഞ്ഞ ജയന്റെ കാര്യമാണോ ഞാൻ ഈ പറയുന്നത് സിസ്റ്ററെ? അതെ അതെ അതെ. യേശുവെ, ദൈവം എത്രത്തോളം കാണുന്നത് കേട്ടോ. ആ വ്യക്തി മാനസാന്തരപ്പെടാൻ വേണ്ടി പോകട്ടോ. ഈ പിന്മാറിപ്പോയ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിപ്പോയ ഭാര്യ തിരിച്ചു. സിസ്റ്ററെ, ഈ വിഷയം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? യേശു തൊടുവാ സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മോട് എല്ലാവരും പ്രാർത്ഥനയോടെ വളരെ സീരിയസ് ആയിട്ടിരുന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിന് അറിയാം എവിടെ പരിഹരിക്കണം. മാനസാന്തരപ്പെടാഞ്ഞാൽ ജനം നശിക്കണ്ടോ, പിശാചിൻ്റെ ആഗ്രഹം നശിക്കണമെന്നാണെങ്കിൽ യേശുവിൻ്റെ പ്ലാൻ നീ ഒരു കാലത്തും നശിക്കത്തില്ല. ഏറ്റെടുത്തോണേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രോഗശക്തിയോട് പറ, ഞാൻ നശിക്കത്തില്ല. കള്ളപ്പിശാചേ, രോഗമേ നിനക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. എല്ലാവരും അല്പനേരം രോഗികളായി ഭാരപ്പെടുന്നവർക്ക് അത്ഭുതത്തിൻ്റെ സമയമാണ്. സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പറ, എൻ്റെ അവകാശമാണ്. ഇപ്പം നടക്കും, ഇപ്പം അത്ഭുതം നടക്കും, നാളെയല്ല.
ലോട്ടറിക്കാർ പറഞ്ഞ പോലെ നാളെയല്ല ഇപ്പോഴാ. യേശുവിനെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, ഞാൻ രോഗത്താൽ നശിക്കരുത്. രോഗമേ, നീ എന്നെ നശിപ്പിക്കുക. ഏത് രോഗവും നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാ. യേശു പറയുന്നു, ബൈബിൾ പറയുന്നു, പുതിയ ഹൃദയം എനിക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. ഇപ്പം വേദന വിട്ടു മാറുക. ആ ക്യാൻസറിനോട് പറ, നിന്നെ ഞാൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. യേശു ക്രൂശിൽ ജയിച്ചപ്പോൾ ഞാൻ ജയിച്ചിരിക്കുന്നു. രോഗത്തോട് പറ, ഇന്ന് സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകുക, രോഗശക്തികൾ വിട്ടുമാറുക, വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനങ്ങൾ അഴിയുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വിബ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഈ വിബ്രോ, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ഒരു ആൺ തലമുറയെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവൻ്റെ മനസ്സിനെ കലക്കി, അവൻ്റെ ചിന്തകളെ കലക്കി, അവനെ എങ്ങും നിർത്താതെ ഓടിക്കുവാൻ പ്ലാൻ ചെയ്ത പിശാചിൻ്റെ പദ്ധതി ഇപ്പോൾ തകരും. ഞാൻ വിബ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കാണിക്കുന്നത്. അവിടെ വെച്ചാണ് ഇവൻ ആ വിഷയമുണ്ടായത്. വിബ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കാണുന്നത്. ആ വിബ്രോയിൽ വർക്ക് ചെയ്ത സമയം മുതൽ അവൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു സംഭവം കയറിക്കൂടി. ആ തലമുറയായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ. ആരാ സിസ്റ്ററെ? ഇപ്പോഴവിടെ തന്നെയാണോ അവൻ? ഇപ്പോഴും വിപ്രോയിലാണെങ്കിൽ വിപ്രോയുടെ ഇതിൽ തന്നെ അവന് സൗത്ത് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ആ മോന് വേണ്ടി ഈ വിബ്രോയിലാന്ന് വല്ല സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ അവൻ? എനിക്കറിയാം. അല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല. അവന്റെ മനസ്സിനെ കലക്കി, അവന് സ്വസ്ഥത കൊടുക്കാതെ അവനെ ഇട്ട് കറക്കാൻ വേണ്ടി കയറി കൂടിയതിനെ ഇന്ന് കർത്താവ് അവിടുന്ന് പൊട്ടിക്കുക കേട്ടോ. എന്നോട് ആ വിബ്രോ എന്നുള്ള കമ്പനി എടുത്തു പറഞ്ഞു, അവിടുന്ന് കയറി കൂടിയതാ. യേശുവിൻ്റെ നാമത്തിൽ തലമുറ ദൈവം തരുന്ന അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ സകല പ്ലാനുകളെയും ആത്മാവിൽ ഞങ്ങൾ ഇപ്പോൾ വെട്ടിമാറ്റുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമൻ പറഞ്ഞ് സ്വീകരിച്ചു. ആ കമ്പനിയിൽ അവനൊരു മാന്യത ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. യേശുവേ, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാണ്, അവനെ ഒതുക്കാൻ നോക്കിയവർ എല്ലാം നടുവേ അവൻ എവിടെയാണോ ഒതുക്കാൻ നോക്കിയത്, അവൻ എവിടെയാണോ സങ്കടപ്പെടുത്താൻ നോക്കിയത്, അവിടെ എവിടെയാണ് അവന് മാനസിക പ്രഷർ കൊടുക്കാൻ നോക്കിയത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എറിഞ്ഞിട്ട് നീ ഓടുക. പിശാചേ, നിന്റെ പ്ലാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടന്റെ ആശകൾ നശിക്കുന്നു. അവൻ പാല്യ കാടി ചുരുങ്ങിപ്പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് ആ വർഷങ്ങളായിട്ടുള്ള രോഗത്തോട് പറഞ്ഞ് ഇറങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ. ആ ബ്ലഡിലെ ഷുഗറിനോടും ഡയബറ്റിക്കിനോടും പ്രഷറിനോടും ബ്ലഡിലെ രോഗത്തോടും ഒക്കെ പറഞ്ഞ പുതിയ രക്തം എൻ്റെ മേൽ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലോ, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്നല്ലോ. ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമായി യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ പരിശുദ്ധാത്മാവെ തൊടുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. 13-ാം തീയതി ജനിച്ച സിന്ധു എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടും. 13-ാം തീയതിയാണ് ജനനം ജനിച്ചിരിക്കുന്നത്. ഒരു 13-ാം തീയതിയാണ്. സിന്ധു എന്നാണ് പേര്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക എന്നാണ് പറഞ്ഞത്. 13-ാം തീയതി ജനിച്ച സിന്ധു ആരാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ? അതെ ബ്രദറെ, ഞാൻ 13-ാം തീയതി ജനിച്ചേ സിന്ധു. സിസ്റ്ററെ, ഈ ജനനത്തീയതി ഞാൻ അറിയാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇന്ന് തമ്പുരാൻ തൊടുവാ കേട്ടോ. എന്നോട് ഉള്ളത്തിൽ കർത്താവ് പറയാ, ഇനി ദുഃഖിക്കേണ്ട സിസ്റ്ററെ. എത്രയോ ആൾക്കാരിങ്ങനെ വഴിയേ പോകുന്ന മനുഷ്യർ വരെ പള്ളു പറഞ്ഞ് പഴി പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറ്റം ചുമത്തി പലപ്പോഴും കരയേണ്ട അവസ്ഥകളിലേക്ക് പോയി. എന്നോട് എൻ്റെ ഉള്ളത്തിൽ പറയാ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ കേൾക്കുക. ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ കേൾക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളത്തിൽ കർത്താവ് പറയുക കേട്ടോ, ഇന്ന് കളിയാക്കി ചിരിച്ചവരൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി പോവാ കേട്ടോ. ഇൻ ദ നെയിം ഓഫ് യേശു തൊടുവാ സിസ്റ്ററെ.
സിസ്റ്ററെ, ഈ ജനനം നമ്മുടെ ഒരു ജനനമൊക്കെ ദൈവത്തിന് അറിയാം. നമ്മൾ എന്ന് ജനിച്ചു എന്ന് തമ്പുരാൻ അറിയാം. നമ്മുടെ വിഷയങ്ങളെ തമ്പുരാൻ അറിയാം. ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയും, ഞാനിങ്ങനെ കേൾക്കുക സിസ്റ്റർ, ഒരു തയ്യക്കടയിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ വലിയൊരു മനപ്രയാസത്തിൻ്റെ അകത്തോട്ട് ഭവനത്തിലേക്ക് ഒരു തയ്യക്കടയിൽ പോയിട്ട് ഇറങ്ങി വരിക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു വഴി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട്, ഒരു തയ്യക്കടയിൽ നിന്ന് ഇറങ്ങി ഒരു വഴി ക്രോസ് ചെയ്തിട്ട് ഒരു ഇങ്ങനെ പോകുന്ന വഴിക്ക് മനസ്സിൻ്റെ അകത്തൊരു വിങ്ങലായിട്ട് വരുന്നൊരു കാഴ്ച ഞാൻ കാണുമോ സിസ്റ്ററെ? എന്ന് നടന്നാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുമോ സിസ്റ്ററെ? ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരം. തയ്യൽക്കട തയ്ക്കാൻ പോയിട്ടുണ്ട് പാസ്റ്ററെ. എൻ്റെ യേശു, തയ്യക്കട തയ്ക്കാൻ പോയിട്ടുണ്ട്. തയ്ക്കാൻ പോയത് ഏത് കാലം കണ്ടോ? ഒരു 2003 കണ്ടോ? അപ്പൊ സിസ്റ്ററെ, ഈ കാര്യം സിസ്റ്റർ തയ്യക്കട ജോലിയുള്ള കാര്യം പോലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല പാസ്റ്റർ, ഇല്ല. അവിശ്വാസമുള്ള ആരെങ്കിലും കേട്ടേ ദൈവം എന്തെല്ലാം മാറിയിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഞാനതാ സിസ്റ്ററെ കണ്ടത്. തയ്യക്കടയിൽ നിന്ന് സിസ്റ്റർ ഇറങ്ങി വലിയൊരു മനസ്സു പ്രയാസത്തോടെ പാസ് ചെയ്ത് ആ തയ്യക്കടയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് നടന്നു പോയി വണ്ടിയെ കയറുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത്. തയ്യക്കടയിൽ നിന്ന് ഇറങ്ങി ആ ബസ് സ്റ്റോപ്പല്ല, അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോയിട്ട് നടക്കുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത്. ഓ യേശുവേ, ഇങ്ങനെ തന്നെയാണോ വഴി? അതെ, കുറച്ച് നടന്നത്. ഇത് നടന്നത് എപ്പോഴാ സിസ്റ്റർ? ഇത് നടന്നത് എപ്പോഴാ? 2002 ആ വർഷങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്. കണ്ടോ? ഇതേതാ വർഷം? നമ്മൾ നിൽക്കുന്ന വർഷം ഏതാ? 2025. 2025 നിന്നുകൊണ്ട് 2022 പാസ് ചെയ്ത വഴിയും ജോലി ചെയ്ത കാര്യങ്ങളെയൊക്കെ കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ കേട്ടേ ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മളെ ഉയർത്തുവാനും വളർത്തുവാനും കേൾക്കുന്ന വചനത്തെ ഉറപ്പിക്കുവാനും പ്രവർത്തിക്കുന്ന പരിശുദ്ധ ആത്മാവുണ്ട്. ഇസ്രായേൽ ഏറ്റെടുത്ത കേട്ടോ, ഇത് സീസണാണ്, പുതിയ സീസണാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് പോലെ ദൈവം നിങ്ങളെ ഒരുക്കും, വരുമാന മാർഗ്ഗം ഒരുക്കും. അത് ഭയങ്കര ഒരു മാന്യത കേട്ടോ. അത് തട്ടിക്കൂട്ടി വെക്കുന്ന പരിപാടിയൊന്നുമല്ല. 10 പേരെ അറിയും. അതേപോലെ ഡോറുകൾ ദൈവം ഈ തുണിയുമായി തന്നെ ബന്ധപ്പെടുത്തി ഡോറ് ദൈവം തുറക്കും കേട്ടോ. ഈ തുണിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടൊരു ഡോറ് ദൈവം തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവെ, സ്വർഗത്തിൽ അഴിക്കുവാനും കെട്ടുവാനുമുള്ള അധികാരത്തെ ഉപയോഗിക്കുന്നപ്പോൾ അതിൻ്റെ മേലെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. UK നടക്കുന്ന പ്രാർത്ഥന നിങ്ങൾ മിസ്സാക്കരുതേ. വലിയൊരു ആത്മപകർച്ച അവിടെ ഉണ്ടാകും. കാര്യം ദൈവം ദേശത്തെ വിടുവിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അഭിഷേകം പൊതിയും, ഉറപ്പാണ്. നിങ്ങൾ മിസ്സാക്കരുതേ, ആ കൈവെപ്പ് നിങ്ങൾ മിസ്സാക്കരുതേ. വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ മേൽ എനിക്കൊരു വിടുതൽ, പൂർണ്ണ സൗഖ്യമായി എന്ന് ഉറപ്പുള്ളവരത് ഒന്ന് ചെക്ക് ചെയ്തേ. ആ ബോഡിയിൽ ഒന്ന് ചെക്ക് ചെയ്തേ. എൻ്റെ ആ വേദന അവിടെ ഉണ്ടോ, അവിടെ ഇല്ല, ഒന്ന് ചെക്ക് ചെയ്ത്. സൂമിൽ മ്യൂട്ട് മാറ്റാൻ പാടില്ല. ലൈവിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാമെന്നാണ്. ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന ശരീരത്തിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും. അത് പറയുമ്പോൾ നിങ്ങൾ എടുത്തു പറയണേ. ഇപ്പോൾ കുഴപ്പമില്ലാതെ പറഞ്ഞവർ പിന്നെയും കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് അവിടെ ഒരു മാറ്റമുണ്ടായി, എനിക്ക് ആ ശരീരത്തിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ടായി എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞ്. ഈ മ്യൂട്ട് മാറ്റിയിട്ട് പറയാൻ വേണ്ടിയാണോ? അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിൽ ഈ മ്യൂട്ട് മാറ്റിയുള്ള പ്രശ്നമായത്. താങ്ക് യു ജീസസ്. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഇന്ന് സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ ഇനി ശ്രദ്ധിച്ച് ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ആണോ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ആണോ സ്കാനിങ് ആണോ ആവശ്യമെങ്കിൽ അത് കാശ് മുടക്കി ഒന്ന് പോയി ചെയ്തു. ഒരു കുഴപ്പമില്ല. അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അല്ലാത്തവരെല്ലാം ഒന്ന് മയക്കി. ഇന്ന് കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നവരൊന്ന് ചെക്ക് ചെയ്തേ. ഒന്ന് ചെക്ക് ചെയ്ത്. നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ കളയല്ലേ, മിസ്സാക്കല്ലേ. സൗഖ്യം നിങ്ങൾ കളയരുത് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് എൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ. ഓ ജീസസ്. അനീഷ് എന്ന് പറയുന്ന പറയാൻ വേണ്ടിയാണോ? ബ്രദറെ, ഭയങ്കര സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ട് ബ്രദറെ.
ശരീരത്തിൽ ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. ഓ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്പർശനമാണ് സിസ്റ്ററെ. നമ്മുടെ ശരീരത്തെ തൊടുന്നു ആ പരിശുദ്ധാത്മാവ്. അങ്ങനെ അനുഭവിക്കുന്നവർ ശ്രദ്ധിച്ചോണേ, വിട്ടുകൊടുത്തോണേ. നിങ്ങളെ കർത്താവ് ആത്മതലങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഫിലിപ്പോസ് അപ്പോസ്തലനെ എടുത്തുകൊണ്ട് പോയതുപോലെ ദൈവം നിങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അനീഷ് എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുവാണേ. അനീഷ് എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ആ കുടുംബത്തിൻ്റെ, ഒരു സെക്കൻഡ് സിസ്റ്ററെ, ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു നിമിഷം, ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു സെക്കൻഡ്, ആ കുടുംബത്തിൻ്റെ അകത്ത് സെപ്റ്റംബർ മാസം ജനിച്ചുള്ള ഈ അനീഷുള്ള ഭവനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ഇനി കേട്ടോണേ, അനീഷ് മാത്രമല്ല, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച മറ്റൊരു വ്യക്തിയെയും കൂടെ കർത്താവ് എന്നെ കാണിക്കും. ഈ അനീഷും സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച മറ്റൊരു വ്യക്തിയുടെ കർത്താവ് തൊടുക. ഈ രണ്ട് കാര്യങ്ങൾ. ആ പറഞ്ഞു. എന്റെ മരുമകനാണ് അനീഷ്. മകള് സെപ്റ്റംബർ 20 ആ നാളായിരുന്നു ജന്മദിനം. ആ സ്വോത്രം. ഭാര്യയും ഭർത്താവാണ്. ഭാര്യയും ഭർത്താവ്, അപ്പൊ രണ്ടുപേരെ ഇന്ന് തമ്പുരാൻ തൊടുക കേട്ടോ. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത് സിസ്റ്ററെ, ഇന്ന് കേട്ട് ആ സഹോദരി കേട്ട് അനീഷ് അർജുൻ. അല്ല, സെപ്റ്റംബർ മാസം മോൻ ജനിച്ചത്. സെപ്റ്റംബർ മാസം മോൻ ജനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 6. ഓക്കെ, ഇപ്പൊ രണ്ടുപേര് വന്നില്ലേ ഒരേപോലെ തന്നെ. അനീഷുള്ള സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചു എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു, ഞാനൊരു വീടിൻ്റെ അകത്ത് തന്നെ ഒരു പേരമരമുള്ള അനീഷിൻ്റെ ഭവനവേദം, ഒരു പേരമരം ഞാൻ കാണുന്നുണ്ട്. ഒരു പേരമരം ഞാൻ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് അടയാളങ്ങളെ അതേത് വീടാ? അതാരും ഇപ്പൊ പറഞ്ഞു. എന്റെ വീടാണ് ഈ പേരമരം നിൽക്കുന്നേ. 1960. എന്റെ വീടാണ്. എന്റെ അപ്പൊ ഞാൻ സെപ്റ്റംബർ ജനിച്ചിരിക്കും അനീഷ്. അപ്പൊ ഈ പേരമരം നിൽക്കുന്ന ഏത് ഭവനത്തിലാ ഇപ്പം? എന്റെ വീട്ടിലാ ഇപ്പൊ നിൽക്കുന്നത്. അതായത് മോളെ കെട്ടിച്ചു വിട്ട വീടല്ലേ? അല്ല, മോള് നിന്നോട് എന്റെ സ്വന്തം. അവരിവിടെയാണ്, എന്റെ വീട്ടിലാണ്. ഓ, അവര് നിൽക്കുന്നത് ഈ വീട്ടിലാ ഇപ്പം? അവർ നിൽക്കുന്നത് അനീഷും സിസ്റ്ററുടെ മോളും ഈ പേരമരം നിൽക്കുന്ന ഭവനം ഒക്കെ ഉള്ളത് നിങ്ങളുടെ വീട്ടിലാ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് പറയുന്നു, ഈ ഭവനത്തിൻ്റെ അകത്തും ഈ വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കുക. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തു. അവർക്ക് വേണ്ടി ഒന്ന് ഏറ്റെടുത്ത്. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, അവരെ നോക്കി നിൽക്കുന്ന സകലരും കാണുകെ തമ്പുരാൻ ഒരു മാന്യതയുടെ പുതപ്പ് നിങ്ങളുടെ മേൽ ഇടാൻ വേണ്ടി പോവുക. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്ററെ സ്വീകരിച്ചോണേ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. റേഞ്ച് കട്ടായി പോകുന്നുണ്ടോ? അത് സ്വീകരിച്ചോ സിസ്റ്ററെ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങളിപ്പോൾ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പാ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ കട്ടായെന്ന് പറഞ്ഞ് കാണിക്കുന്ന ആൾക്കാർ ഓഡിയോ ക്ലിയർ അല്ലേ? സൗണ്ട് കേൾക്കാൻ പറ്റും? ക്ലിയറാ? ഓക്കെ ഓക്കെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്ന, ശരീരത്തിൽ സൗഖ്യം നടക്കുന്നവർ ശ്രദ്ധിച്ചോണേ. പരിശുദ്ധാത്മാവിൽ നമുക്ക് സൗജന്യമായി സൗഖ്യം ലഭിച്ചിരിക്കുന്നതാണ്. ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. രോഗവുമായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല പ്രിയരെ. നിങ്ങൾക്ക് രോഗവുമായിട്ട് യേശുവിനെ നമുക്ക് സ്തുതിക്കാൻ വേണ്ടി അല്ല ക്രൂശിൽ യേശു. നമ്മളത് വില കുറഞ്ഞ് കാണരുതേ. യേശു ക്രിസ്തു ക്രൂശിൽ വില കൊടുത്തത് ഞാൻ രോഗമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. അതുകൊണ്ട് ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ബ്രദർ, ഇത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വേണ്ട. ചെക്ക് ചെയ്തേ, ശരീരത്തിൽ ചെക്ക് ചെയ്ത് എനിക്ക് സൗഖ്യം അനുഭവിക്കുന്നു, എനിക്കിപ്പോൾ അവിടെ വേദനയില്ല, ആ രോഗം അവിടെ ഇല്ല എന്ന് ഉറപ്പുള്ളവർ. ഓ ജീസസ്, താങ്ക് യു ജീസസ്. പറഞ്ഞു പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ. എപ്പോഴാ സിസ്റ്ററെ? എനിക്കൊരു കഴുത്തിൽ ഉണ്ടായിരുന്ന വേദന കുറച്ച് നാൾ മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അത് വീണ്ടും
ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ 2 ദിവസം കൊണ്ട് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനയോടും കൊണ്ട് മാറി. ഓ, അതായത് മെഡിക്കൽ എത്ര നാളെ മുമ്പ് സിസ്റ്ററെ വേദന തുടങ്ങിയത്? ഏതാണ്ട് 1 വർഷത്തോളം ആയത് വേദന. 1 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഏത് മെഡിക്കൽ കോളേജിലാണ് സിസ്റ്റർ ഏത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴുത്തിന് വേദന നിമിത്തം 1 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? അതെ, കഴുത്തിന്റെ വേദനയും കൈയുടെ ഷോൾഡർ മുതൽ താഴോട്ടുള്ള വേദനയായിരുന്നു. നിങ്ങൾ കേട്ടെ, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? വേദന മാറിയത്. ഓ യേശുവൻ, അതായത് 1 വർഷം മുമ്പ് കാണിക്കാൻ തുടങ്ങിയതാണ്, ട്രീറ്റ്മെന്റ് എടുത്തതാണ്. ഇപ്പൊ പെടലിക്കും കഴുത്തിനും കൈക്കും വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് പൂർണ്ണ സൗഖ്യം സംഭവിച്ചല്ലേ? അതെ. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവം. അതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യത്തിന്റെ യേശു നമ്മുടെ നടുവിലുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത്, ഇനിയും ചെക്ക് ചെയ്ത് പോരാ. ഇതിൻ്റെ അകത്ത് കർത്താവിൽ രോഗമുള്ളവർ കൈവച്ചിട്ട് പറ, ഞാൻ രോഗിയാകുന്നത് യേശുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ 1 അടി ഏറ്റ് ആ ഉഴവ് ചാല് പോലെ ശരീരമാക്കിയത് ബൈബിൾ പറയുന്നു. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ നിങ്ങൾ. ഒരു മടിയും വേണ്ട, സൗജന്യമാ. ഇതിന് ഒരു സൗജന്യമായിട്ട് സിസ്റ്ററെ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ, അത് കട്ടായി പോകുന്നുണ്ടല്ലോ. ജീസസ് ക്രൈസ്റ്റ്. ഒന്ന് സിസ്റ്ററെ ഐഫോൺ എന്നുള്ള നമ്പർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഡിയോ ക്ലിയർ അല്ല കേട്ടോ. ആ ഹെഡ്സെറ്റ് ഒന്ന് ഇത് വേറെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഒരു മോശപ്പെട്ട പിക്ചറാവുന്നത്. ഓക്കെ. ടോംസ് വേറെ അങ്ങനെയുള്ളത് റിമൂവ് ചെയ്തോണേ. എന്തോ ഒരു ഭയങ്കര വേദന. ഓക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ. ഓക്കെ. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പിശാചിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ അത് നോക്കേ വേണ്ട. നിങ്ങൾ എവിടെ നിന്നൊക്കെയോ ആളുകൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഈ പ്രാർത്ഥനയ്ക്കകത്തോട്ട് അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒന്നും നമുക്കൊന്ന് എന്തോ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്നുകൂടി, നമ്മുടെ ഈ ബ്രദർ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് പേര് വെക്കണം. ഈ ഡിവൈസ് പേര്, നമ്പർ ഇതൊന്ന് ഒഴിവാക്കിക്കൊണ്ട് പേര് വെക്കണം എന്ന് പറഞ്ഞതാണ്. അത് ശരി, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടുന്ന ഈ ലിങ്ക്, പ്രത്യേകിച്ച് ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നിമിഷം നമുക്കൊന്ന് വെട്ടി പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ മ്ലേച്ഛതകളെ കൊണ്ടിടുന്ന ദുഷ്ട പിശാചേ, നിന്റെ ഒരു പ്ലാനും നടക്കത്തില്ല. പ്രാർത്ഥനയെ അലങ്കോലമാക്കുന്ന മ്ലേച്ഛ ചിത്രങ്ങളും പിശാചേ, ഇപ്പോൾ ഞങ്ങൾ നിന്റെ നാവിനെയും ചിന്തകളെയും അത് കൊണ്ടുവന്ന വ്യക്തിക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവിനെ വെട്ടിമാറ്റുന്നപ്പ ആത്മാവിൽ ഞങ്ങളതിനെ വെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ആത്മശക്തിയുടെ പ്രവർത്തികൾ ഇപ്പോൾ അവന്റെ മേൽ വെളിപ്പെടട്ടെ അപ്പ. ഇനി ദുഷ്ടന്റെ ആശ നശിക്കട്ടെ കർത്താവിന്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വിശ്വസ്തരായിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിൽ സഹോദരന്മാരെ നമുക്ക് ആവശ്യമാണ്. കാര്യം ഒരാളോ അല്ലെങ്കിൽ ഒരു രാംസ്വറോ ഒരു വർഗീസ് ബാറോ ഒരു സിസ്റ്ററോ മാത്രം പോരാ. നമുക്കിത് ഞാൻ പറഞ്ഞു, എനിക്കിതിനകത്ത് നോക്കി നിൽക്കുക എന്നുള്ളത് നിങ്ങളോട് കുറച്ചും കൂടെ, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചും കൂടെ വരുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശുശ്രൂഷിക്കാൻ കഴിയും. ഇപ്പം ഞാൻ തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണ്ടോ, എനിക്ക് സ്ക്രീനെ നോക്കണം, ലൈവ് നോക്കണം, സൗണ്ട് നോക്കണം, റെക്കോർഡ് നോക്കണം, ഇതെല്ലാം ഒരേപോലെ നോക്കണം. അപ്പോൾ ഞാൻ ഈ ദിവസം കർത്താവേ ദൈവമേ ഇന്ന് നമുക്ക് ആളുകൾ വേണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് അത് നോക്കുക വേണ്ട ആ ഭാഗത്തോട്ട്. കാര്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ആലോചന പറയുന്ന സമയത്ത് ഞാൻ കണ്ണ് തുറക്കണം, ഇടയ്ക്ക് ഞാനത് നോക്കണം, ഇത് നോക്കണം, സൗണ്ട് നോക്കണം, അനാവശ്യമായിട്ട് മൈക്ക് മാറ്റുന്നവരൊക്കെ നോക്കണം. അത് ഞാൻ പറഞ്ഞത് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന് ചെയ്യുവാൻ ആളുകളെ നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിൻ്റെ പുറകെ പോയി അതിൻ്റെ പുറകെ പോകുമ്പോൾ അതങ്ങ് മാറിപ്പോകണം. അതിനെ മാറ്റിവിടാൻ ആളുകൾ നമുക്ക് ആവശ്യമാണ്. ഓ ജീസസ്, പിന്നെയും പ്രാർത്ഥിച്ച് ഈ സമയത്ത് പരിശുദ്ധാത്മാവേ അങ്ങയുടെ സൗഖ്യത്തെ ഇന്ന് നമ്മുടെ മേൽ വ്യാപരിക്കും. ഞാൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ ഇടപെടൽ ഇളകുമ്പോൾ പിശാചിൻ്റെ അടിത്തറ ഇളകുന്നത് മൈൻഡ് ചെയ്യരുത്, വെട്ടിമാറ്റിയാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് എന്തിനാണെന്നറിയാവോ, ഇവനെ പേടിക്കരുത്, ഇവനെ വെട്ടിമാറ്റാൻ നമുക്ക് അധികാരമുണ്ട്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഈ സമയത്ത് സൗഖ്യം ശരീരത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ചെക്ക് ചെയ്തേ, എനിക്കിന്ന് ആ വിടുതൽ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് പൂർണ്ണ സൗഖ്യം. എന്നാൽ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് 1 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു സൗഖ്യം ലഭിച്ചു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. കർത്താവിൻ്റെ ഉള്ള സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. പറഞ്ഞു. എനിക്കും ഷോൾഡർ തൊട്ട് കൈന്റെ ഈ അറ്റം വരെ വേദനയുണ്ട്. അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാ, ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഓ, നിങ്ങൾ കേട്ടോ സിസ്റ്റർ, ഞാൻ ഈ വർഷം മസ്റ്റായിട്ടും പറഞ്ഞു കേട്ടോ. എത്ര വർഷമായതാ? കൈ റിലീസായ പോലെ എനിക്ക് ഒരു 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായിട്ട് എന്താ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടായിരുന്നത്? ഞാൻ ഈ കൈയിന്റെ ഓരം തല്ലി വീണിട്ട് അവിടത്തെ മസിലുകൾക്ക് ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഷോൾഡർ തൊട്ട് കൈയിന്റെ താഴത്തേക്ക് ഭാരമൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഭാരമൊക്കെ എടുക്കുമ്പോൾ ഷോൾഡർ നീര് വന്ന് മുട്ടുമായിരുന്നു. ഈ 10 വർഷമായിട്ട് ഇങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെ, ഒരു റിലീസ് ഇല്ലായിരുന്നു കൈക്ക്. ഇപ്പൊ പക്ഷെ നല്ല റിലീസായി കൈ. ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു സിസ്റ്റർക്ക്? ഉണ്ടായിരുന്നു. ഇപ്പൊ സിസ്റ്റർക്ക് വെയിറ്റ് എടുത്ത് നോക്കി, എങ്ങനെ മനസ്സിലായത്? വെയിറ്റ് എടുത്ത് നോക്കിയോ? ഇപ്പൊ കൈ വളരെ ഫ്രീ ആയി. നേരത്തെ എങ്ങനെയാ സിസ്റ്റർക്ക് അപ്പൊ ഫീൽ ചെയ്തോണ്ടിരുന്നത്? കനം മേലോട്ട് ഉയർത്തുമ്പോ ഒരു ഭാരമായിരുന്നു മസിലിന്റെ അവിടെ വന്ന്. മസിൽ ഇങ്ങനെ സ്റ്റിഫ് ആയതായിരുന്നു. ഓ യേശുവേ, നിങ്ങൾ കേട്ടെ, 10 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് 10 വർഷമായിട്ട് അത്രയും വിഷയമായിട്ട് നടക്കുമായിരുന്നു. ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ പ്രവൃത്തി. സിസ്റ്ററെ, ഈ സാക്ഷ്യം പറയണം കേട്ടോ. ഈ മെഡിക്കൽ എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരണേ. ഈ രോഗികളായിട്ടുള്ളവർ, ഈ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട് ഭയങ്കര കള്ളത്തരമാണ് ബ്രദർ, എങ്ങനെയൊക്കെയോ നാടകം പോലെ നടത്തുന്ന ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങളെ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ അകത്ത് ചതിക്കപ്പെട്ടു പോകാതെ സത്യം നിങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം കേൾക്കണേ. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ഈ വേദനയുമായിട്ട് കൈ ഉയർത്താനും പറ്റത്തില്ല, ഒരു ഹല്ലേലൂയ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് യേശുവിന് സങ്കടമാണ് പ്രിയരെ. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി യേശു ക്രൂശിൽ വില കൊടുത്ത്. അതുകൊണ്ട് സൗഖ്യത്തെ വിളിച്ചു പറ. സൗഖ്യം രോഗം ദൈവം തരുന്നതല്ല, സൗഖ്യമാണ് ദൈവം തരുന്നത്. ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, ദൈവം രോഗം തരുന്നു. ഇല്ല 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 ഇല്ല. ദൈവത്തിന് നിങ്ങളെ രോഗിയാക്കിയിട്ട് സൗഖ്യമാക്കേണ്ട ഗതികേടില്ല. നിങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി തന്നെയാണ് ക്രൂശിൽ മരിച്ചത്. ആമേൻ. സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ലംസേഖ്യന. യേശുവേ നന്ദി കർത്താവേ. ഞാനൊരു പാസ്പോർട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പാസ്പോർട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ആ പാസ്പോർട്ടിൽ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ പാസ്പോർട്ടിൽ ജിതിൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ജിതിൻ എന്ന് പറയുന്ന പേര് എന്നെ കാണിക്കുമ്പോൾ തന്നെ ജനുവരി എന്നൊരു മാസവും കൂടെ ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ആ പാസ്പോർട്ടിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ, കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുക കേട്ടോ. ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇടപെടുക. അതുമായിട്ട് ഉടമസ്ഥൻ ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. ഒന്നും കൂടി ആലോചന പറയാം. സിസ്റ്റർ, ജിതിൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് ഞാൻ കാണുന്നു. അതിൽ ജനുവരി എന്നൊരു മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി എന്നൊരു മാസം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ജനുവരി എന്നുള്ളൊരു മാസം പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ആ പാസ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തത് അതാരുമായിട്ടാണോ ബന്ധപ്പെട്ടത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. എന്റെ മകന്റെ പേര് ജിതിൻ. അവൻ പാസ്പോർട്ട് ജനുവരിയിൽ പുതുക്കിയിട്ടുണ്ട്. സ്വത്രം. ഏത് ജനുവരിയിലാ സിസ്റ്ററെ? ഈ ജനുവരിയിലോ? ഈ 25 ജനുവരിയില്. ആളിപ്പോ എവിടെയാ? അവൻ ഇപ്പൊ നാട്ടിലാ ജോലി ചെയ്യുന്നത്. അവൻ കല്യാണം കഴിച്ചപ്പോ ബഹ്റൈനിലുള്ള കുട്ടിയാണ്. അപ്പൊ അവന് അവിടെ പോവാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ജനുവരിയിൽ രണ്ടാളും കൂടെ പോയി അത് പുതുക്കിയിട്ടുണ്ട്. കണ്ടോ? സ്വത്രം. എന്നെ തടസ്സം എന്നാ പറഞ്ഞേക്കുന്നത്? തടസ്സം അവന്റെ നഷ്ടപ്പെട്ടു പാസ്പോർട്ട്. കണ്ടോ? എന്നിട്ട് വീണ്ടും അത് തിരിച്ചെടുത്തു. യേശു തൊടുക കേട്ടോ. അവൻ്റെ നന്മ. അവനത് മാത്രമല്ല, അവിടെ നിൽക്കത്തില്ല. മിഡിൽ ഈസ്റ്റിൽ അവർ നിൽക്കത്തില്ല. ഇപ്പോൾ ചിലർ കളിയാക്കും, ദൈവാത്മാവ് ഇങ്ങനെ ദുബായിലോട്ടും മിഡിൽ ഈസ്റ്റിലോട്ടും യൂറോപ്പിലോട്ടും ഒക്കെ അയക്കുന്ന ആളാണ് ദൈവം. ചിലപ്പോൾ ദൈവം അങ്ങനെയാണ് പ്രിയരെ. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് പിന്നെയും പറയുവാണ്. അബ്രഹാം മര്യാദയ്ക്ക് കൽദേറ പട്ടണമായി ഇന്നത്തെ ഇറാഖിൽ ഇരുന്നയാളാ. തമ്പുരാൻ പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. അന്ന് പാസ്പോർട്ട് ഇല്ലെങ്കിൽ തമ്പുരാൻ പറഞ്ഞാനെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞാനെ.
ഇറങ്ങാൻ പറഞ്ഞു. കിലോമീറ്ററോളം അപ്പുറം പോകാൻ പറഞ്ഞു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം ഒരു വാക്തത്വം കിടപ്പുണ്ട്. ഞാൻ നാട്ടിയിരുന്ന മനുഷ്യനാണ്, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ദൈവം ചില യാത്രകൾ ഒരുക്കും. അതുകൊണ്ട് സഹോദരി ആ ജിതിൻ, ഞാൻ പറഞ്ഞ ജനുവരി എന്നുള്ള മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ദൈവം ചില അടയാളം തരുന്നതാണ് നമുക്ക്, നമ്മളെ സ്പെസിഫിക് ആയിട്ട് തമ്പുരാൻ കാണും. സിസ്റ്ററെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ കേട്ടോ. ഇതിൻ്റെ അകത്ത് പിന്നെയും സൗഖ്യം നടക്കുന്നുണ്ട്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയാം കേട്ടോ. ഈ തലയുടെ ഞരമ്പുകൾക്കകത്ത്, ഈ തലയിൽ നിന്ന് വരുന്ന ഞരമ്പുകൾക്കകത്ത് സൗഖ്യം നടക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ ഹൈ റിസ്ക് എന്നൊരു വാക്ക് ഞാൻ കേൾക്കുക. പക്ഷെ ഇന്ന് തമ്പുരാൻ തൊടും, അതിൻ്റെ ശരീരത്തിൽ അത് അറിയത്തക്കവണ്ണം ആ ഞരമ്പുകളുടെ മേൽ സൗഖ്യം. ഞാനാണത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ദൈവത്തിന്റെ സാന്നിധ്യം വന്നു എന്ന് പറഞ്ഞില്ലേ, ഞാനാണത്. എനിക്ക് എന്റെ തലയിൽ നിന്ന് കാലിന്റെ പാദത്തിന്റെ തള്ളവിരൽ വരെ ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ഇടത് സൈഡ് തളർന്നു പോയതായിരുന്നു ബ്രദറെ. പക്ഷെ കർത്താവിന്റെ കൃപയിൽ കർത്താവ് തൊട്ട് സൗഖ്യം തന്നുകൊണ്ടിരിക്കുന്നതാ. ഇന്ന് ഞാൻ ഇപ്പൊ അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാണ് ബ്രദറെ. കൈകൾ ചലിക്കുന്നുണ്ടോ സിസ്റ്റർ? നോക്കിക്കേ, ഇടത് സൈഡ് തലയുടെ മുകളിൽ തൊട്ട് കാലിന്റെ തള്ളവിരൽ വരെ ആ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ബ്രദറിനോട് നേരത്തെ പറഞ്ഞില്ലേ, ശരീരം മുഴുവൻ സാന്നിധ്യം. ബ്രദറെ, ഞാൻ കണ്ണടച്ചിരിക്കുമ്പോ ഓരോ കളറുകൾ മാറി മാറി കളറുകൾ വരുന്നു. മഹത്വം എന്ന് കാണിക്കുന്നുണ്ട്. ഓരോ കളറുകൾ എന്റെ കൺമുന്നിൽ കാണുന്നു, ഉള്ളത്തിൽ കാണുന്നു. ഞാൻ പല കളറുകൾ, കളറ്. സിസ്റ്ററെ, കർത്താവ് തൊട്ടോണ്ടിരിക്കട്ടെ. ഒന്ന് കൈകാലൊക്കെ ചലിപ്പിച്ചോ. ഓ യേശു എല്ലാം അറിയുന്നു സിസ്റ്ററെ. സൗഖ്യം തന്നതിനായി സ്തോത്രം പറയുന്നു. താങ്ക് യു ജീസസ്. ഇത് ഹൈ റിസ്ക് എന്ന് പറഞ്ഞ വിഷയമാണ് എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞത്. തമ്പുരാൻ ഞാൻ ഒരാഴ്ചയായിട്ട് കെടുപ്പായിരുന്നു. ചുമയും ശ്വാസം തടസ്സമൊക്കെ ആയിട്ട് കെടുപ്പായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയിൽ ഇന്നലെ തൊട്ട് കുറച്ച് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അസ്വസ്ഥത വന്നിട്ട് ഞാൻ കെടുക്കും. അങ്ങനെയായിരുന്നു. ഇന്നലെ ഉച്ച തിരിഞ്ഞ് തൊട്ടാണ് ഞാൻ ഒന്ന് പൂർണ്ണമായും വിടുതലിലേക്ക് വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ പൂർണ്ണമായും ബ്രദറെ, ഞാൻ കിടന്നതാണ്. ഞാൻ എണീറ്റിരുന്നു. ഈ ശരീരം മുഴുവൻ ഈ സാന്നിധ്യം നിറഞ്ഞു. ഓ യേശുവേ, അങ്ങ് തൊടുന്നു കേട്ടോ. വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രിയരെ. നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് വേണം. സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എൻ്റെ ഉള്ളത്തിൽ കേട്ടോ, ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ആ തലേന്നുള്ള ഞരമ്പുകൾ ഇന്ന് തൊടുന്നു പറഞ്ഞില്ലേ. ചലിക്കാത്ത കൈകളും കാലുകളും ഇപ്പൊ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ പ്രവൃത്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ, അങ്ങയുടെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്നവർ ചെക്ക് ചെയ്ത് എന്താണോ ബുദ്ധിമുട്ട് ചെയ്ത് നോക്കിക്കൂ. ധൈര്യമായിട്ട് ചെയ്തു. കർത്താവ് സൗഖ്യം തന്നിരിക്കുന്ന പ്രിയരെ. നമുക്ക് അവകാശമാണ് അത്ഭുതം. സൗഖ്യം അവകാശമാണ്. ഒന്ന് ചെക്ക് ചെയ്തേ. അത്ഭുതത്തെ ശരീരത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നവരത് ചെക്ക് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറയാൻ വേണ്ടിയാണോ എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. പറഞ്ഞു. 3 വർഷക്കാലായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഓ, നിങ്ങൾ കേട്ടെ, എത്ര 3 വർഷമായിട്ട്? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? ഓ, ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്ററെ. നിങ്ങൾ എല്ലാരും കേട്ടെ, വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഓണാക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണോ ഭവനത്തില്? ഇല്ല, കുഴപ്പമില്ല. പറ്റുമെങ്കിൽ മാത്രം, നിർബന്ധമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യം കേട്ടെ, 3 വർഷമായിട്ട് ആക്സിഡന്റ് നിമിത്തം നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ഇപ്പൊ ഒരു മിനിറ്റ്, മൈക്ക് മ്യൂട്ടായി പോയെ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ആ സഹോദരി മാത്രം. ബാക്കി എല്ലാവരും ഒരു സെക്കൻഡ്. നിങ്ങൾ ആ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. 3 വർഷമായിട്ട് പ്രാർത്ഥന വെച്ചിരിക്കാം ഫോണില്. ഞാൻ അത് കേട്ടു. അപ്പൊ എനിക്ക് എന്തോ തോന്നി.
അതായത് എണീറ്റ് നടന്നു. ഓ, നിങ്ങൾ കേട്ടെ. നടക്ക 3 വർഷമായി മോൻ ഒരു വണ്ടി ആക്സിഡന്റ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ചികിത്സയൊക്കെ ചെയ്തു, പക്ഷെ നടക്കാൻ ഭയങ്കര വിറയ്ക്കുക. അവന്റെ ബ്രെയിനിനാണ് കുഴപ്പം, തലയ്ക്ക്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റിയത്? ഇപ്പം പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇവിടെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവൻ എന്റെ പുറകെ കൂടെ നടന്ന് 3-4 സ്റ്റെപ്പ് എന്റെ ഇറമ്പി വന്നു. ഇത്രയും നാളോടെ നടന്നിട്ടില്ല അങ്ങനെ? അങ്ങനെ നടന്നിട്ടില്ല, ഒറ്റയ്ക്കായിട്ട് ഓ നടന്നിട്ടില്ല. എന്റെ യേശുവേ, നിങ്ങൾ കേട്ടോ ഈ സാക്ഷ്യം? 3 വർഷമായിട്ട് ആക്സിഡന്റ് നിമിത്തം കിടന്നയാളാണ്. പ്രാർത്ഥന കേട്ടപ്പോഴേക്കും സഹോദരന്റെ പുറകെ കൂടെ നടന്നു വന്ന ആള് സ്റ്റെപ്പ് എടുത്ത് വെച്ച്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഈ 3 വർഷമായിട്ട് ഇങ്ങനെ തന്നെത്താൻ നടക്കാൻ പുള്ളിക്ക് പറ്റത്തില്ലായിരുന്നു, അതല്ലേ പറഞ്ഞു വന്നേ? ഓ, ഇപ്പൊ പുള്ളി നടന്നു, സ്റ്റെപ്പ് എടുത്ത് വെച്ചു. നടന്ന് വിറയ്ക്കുന്നോണ്ട് നടക്കാൻ ബുദ്ധിമുട്ട്. എന്നാലും പുള്ളി തപ്പി എന്റെ ഇറമ്പി വന്നു പുറകെ. ഇത്ര ഇങ്ങനെ സംഭവിക്കാത്ത ആളായിരുന്നു. ഓ എന്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതകാരം നിങ്ങൾ കേട്ടെ. കർത്താവിന്റെ, ഞാൻ പറഞ്ഞില്ല, യേശുവിന്റെ വചനത്തിന്റെ ശക്തി. അവൻ പുതിയ ഹൃദയം തന്ന് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നെന്ന്. നിങ്ങൾ രോഗിയായി കിടക്കാനല്ല യേശു പറഞ്ഞില്ല, കിടക്ക എടുത്ത് നടക്കാനാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ നിവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ട കേട്ടെ. ആക്സിഡന്റ് നിമിത്തം 3 വർഷമായിട്ട് നടക്കാൻ പറ്റാത്ത വ്യക്തി, വോക്കറിൻ്റെ സഹായത്തോടു കൂടെ മാത്രം ചലിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് തന്നെ നടന്ന് അമ്മയുടെ അടുത്തോട്ട് വന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, സിസ്റ്ററെ ഓടാൻ പറ കേട്ടോ, പിടിച്ചിനി കിടത്തരുത്, നടന്നോളാൻ പറ. ഈ അഭിഷേകത്തോടെ നടന്നോ, ഈ സാന്നിധ്യത്തോടെ നടന്നോ, യേശു നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി പിടിച്ച് കിടത്തരുത്, നടക്കാൻ പറ യേശുവിൻ്റെ നാമത്തിൽ. അപ്പം ബലം ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതം യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും, എനിക്കറിയത്തില്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ എത്ര പേര് ആ സാന്നിധ്യം അനുഭവിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് വേണമെന്ന് ആരാധിച്ചു, അഭിഷേകത്തെ ഒന്ന് പകർന്നേ ആ കുടുംബത്തിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് വ്യാപരിക്കട്ടെ. ആ കുടുംബത്തിൻ്റെ സകല വിഷയത്തിൻ്റെ മേലേക്കൊന്ന് ആത്മാവിനെ അനുവദിച്ച യേശുവിൻ്റെ നാമത്തിൽ. ഓ ജീസസ്, in the name of Jesus. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഈ വീടിൻ്റെ പുറത്തേക്ക്, അതായത് ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മതിലില്ല, പക്ഷേ ഒരു നടയുണ്ട്. ഈ വഴിയെന്ന് പറഞ്ഞാൽ മെയിൻ റോഡല്ല, ഓട്ടോറിക്ഷ വരുന്നൊരു വഴിയാണ് ഈ നട. അതായത് എനിക്കിപ്പം എൻ്റെ വ്യക്തിപരമായി ഞാൻ ജനിച്ചു വളർന്ന ഒരു ഭവനമുണ്ട് എൻ്റെ നാട്ടിൽ. ഇപ്പോൾ അവിടുന്ന് മാറി ആ ഒരു ഭവനത്തിൻ്റെ അതേ സ്ഥലം ഞാൻ കാണുക. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൻ്റെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടിൻ്റെ അടയാളമാണ് ഞാനിപ്പോൾ കാണുന്നത്. അതേപോലത്തെ ഒരു വീടാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടിന് മതിലില്ല, വഴിയോട് ചേർന്ന് തന്നെ നട കയറി വരുന്നൊരു വീടാണ്. എന്നാൽ ആ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് ഉള്ളൊരു ഭവനമാണ്. ആ ഭവനം നല്ല ഒന്നാമതൊരു വലിയൊരു ഒരു നില ഒരു വീടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ വീടിന് നടയില്ല, ഈ വീടിന് മതിലില്ല, പക്ഷെ നടയുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലോട്ട് ഒരു കുഴി പോലൊരു സ്ഥലമാണ്. വീടിൻ്റെ പുറകുവശം കുഴി പോലെയൊരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു കുഴി പോലെ കിടക്കുക. അതായത് അങ്ങോട്ട് ഇനി വീടൊന്നുമില്ല, വീടെന്ന് പറഞ്ഞാൽ ഒരു കുഴി കിടക്കുക താഴോട്ട് പുറകുവശം. അങ്ങനെ ഒരു ഭവനം എന്നെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ഭവനത്തിലുള്ളത് 3 പെൺകുട്ടികളും ഒരാൺ തലമുറയാണുള്ളത്. അതേപോലൊരു ഭവനത്തെ കർത്താവ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ദൈവം ഇന്ന് തൊടുവാണ്. എൻ്റെ ഉള്ളത് കർത്താവ് പറയുന്നു, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറയുന്നു. ആ ഭവനം ഏത് ഭവനമാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവിൻ്റെ അത്ഭുതകരം, ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുക. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ ഓട്ടോറിക്ഷ വരുന്ന റോഡാണ്, റോഡിൽ നിന്ന് ഇറങ്ങുന്ന വീട്ടിലോട്ടാണ്. കൈപ്പാതയുള്ളു, മതിലൊന്നും കൂട്ടാത്ത വീടാണ്, ഒറ്റ നില വീടാണ്. അടിവശം കുഴിഭാഗമാണ് ബ്രദറെ, കുഴിയാണ്. എത്ര തലമുറയുണ്ട് സിസ്റ്റർ? ഞങ്ങൾ 3 പെണ്ണുങ്ങളാണ് സിസ്റ്റർ, ഒരു മോനാണുള്ളത്, ഒരു തലമുറ മാത്രമേ ഉള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് കണ്ടു കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കുടുംബത്തിൻ്റെ സകല വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവേ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങൾ തുറക്കുന്നപ്പാ. ഓ ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ജീസസ്. ഓ യേശുവേ,
ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വ്യക്തിയെ സ്പർശിക്കുവാണ്. അജേഷ് എന്ന് പറയുന്നൊരു മകനെ കർത്താവ് എന്നെ കാണിക്കുന്നു. അജേഷിൻ്റെ കുടുംബത്തിൽ മഞ്ജു എന്നു പേരുള്ള ഒരു പെൺകുട്ടീനെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ അജേഷും മഞ്ജുവുമുള്ള ഭവനത്തെ ഒന്ന് പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗം തരുവാണേ. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനങ്ങളിൽ ആ വ്യക്തികളെ തൊടുവാണേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഫലം കായ്ക്കുന്നവരാക്കി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തീർക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ തുറക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്നവിടെ തുറക്കുന്നില്ല. അപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ ആത്മാവിൽ അതിനെ സ്വീകരിച്ചോണേ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഓ ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് നിങ്ങൾ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവുണ്ട് പറയുകയാണെ, ആരാധനാ സ്വാതന്ത്ര്യത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവുക. എത്ര ഭയങ്കര വ്യക്തിയാണെങ്കിലും, എത്ര എതിർക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇനി ജോലി നിമിത്തമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെങ്കിലും തമ്പുരാൻ തുറക്കും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഈ മ്യൂട്ട് മാറ്റിയ ആൾ പറയാൻ വേണ്ടി വല്ലതാണോ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ അങ്ങനെയുള്ളവരെ തിരുതരാൻ നിങ്ങൾ മ്യൂട്ട് ചെയ്യേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതിയെ. അനാവശ്യമായിട്ട് ശബ്ദം ആരെങ്കിലും വെക്കുവാണെങ്കിലോ ഡിസ്റ്റർബൻസുകൾ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതിയെ, അല്ലാതെ നിങ്ങൾ മ്യൂട്ട് ചെയ്യരുതേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാ പ്രവർത്തിക്കാട്ട് നന്ദിയപ്പ. ഓ ജീസസ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നൊരു സനൂഷ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സനൂഷ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ളത് കർത്താവ് പറയാണ്. ഉള്ള ഭാവിക്ക് വിലങ്ങായി നിൽക്കുന്നതിനെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റും. ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ? സനൂഷ ആയിട്ട് ബന്ധപ്പെട്ട തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവം തലമുറയെ തൊടുക, അവർക്ക് വിലങ്ങായി നിൽക്കുന്നത് ആമേൻ പറഞ്ഞ് ഇന്ന് സ്വീകരിച്ചു. ഓരോ പ്രവചനാലോചന കേൾക്കുമ്പോഴും നിങ്ങളതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അങ്ങനെ തന്നെയെന്നാണ് പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതോ മ്യൂട്ട് മാറ്റിയിട്ടിരിക്കുവാണോ? ആ തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ എത്രത്തോളം കർത്താവ് പറഞ്ഞല്ലോ നിങ്ങളെ സഹിക്കുമെന്ന് പറയുന്ന പോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അത്ഭുതം നടന്നു കഴിഞ്ഞു, രോഗസൗഖ്യം നടന്നു കഴിഞ്ഞു. സാക്ഷ്യമുള്ളവർക്ക് എന്നൊക്കെ പറയാനുള്ള അവസരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ചെക്ക് ചെയ്യണം. ഒരു സാക്ഷ്യം പോലും പറയാതെ പോകരുതേ. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതേ. 10 കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ ഒരുവൻ മടങ്ങി വന്നപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തിന് നന്ദിയുള്ളവരാകാനാണ് പറഞ്ഞത്. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകണമേ. സാക്ഷ്യം പറയുമ്പോൾ ഒരു മടിയും വേണ്ട കേട്ടോ. യേശുവിനെ ഉയർത്തുവാൻ എനിക്ക് ലഭിക്കുന്ന എന്നാ ഭാഗ്യമെന്നറിയോ. പിന്നെ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ എത്ര പേര് തയ്യാറാ? ഭവനങ്ങളിൽ പോയിട്ട് ഞാൻ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവപ്രവർത്തികൾക്ക് ഇന്ന് കർത്താവിൻ്റെ ആലോചനയെ കൈമാറാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. വലിയൊരു പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് റെഡിയായിക്കേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ലോകരാജ്യത്തോട് പ്രവചിക്കുവാനും ജാതികളെ നേടുവാനും യേശുവേ ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇന്ന് കർത്താവെ അടിയനെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ആഗ്രഹിക്കുന്ന മേലേക്ക് കർത്താവ് ഒരു ഇമ്പാർട്ടേഷനെ പകരുന്നപ്പ, ഈ ദിവസങ്ങളിൽ കൈ തൊടുമ്പോൾ തന്നെ പകർച്ചയുടെ റിസൾട്ട് ഉണ്ടാകട്ടെ അപ്പ. യേശു പ്രവചന വരത്തിൻ്റെ അകത്തൊരു ജ്വലനം ഉണ്ടാകട്ടെ അപ്പ. കൃപാവരങ്ങൾ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ആത്മാവിൽ അവരുടെ മേൽ കൈവെക്കുന്നപ്പ വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ. തൊടുന്നോടുത്ത് മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കുന്ന ദൈവരാജ്യം പ്രസംഗിപ്പാൻ കർത്താവെ ഞങ്ങൾ അവരെ ഇന്ന് സഭയായി അനുഗ്രഹിച്ച് അയക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഓടട്ടെ ഓടട്ടെ ഓടട്ടെ. യേശുവിന് വേണ്ടി ഭവനങ്ങളിൽ കയറട്ടെ, ബന്ധിതരെ മോചിപ്പിക്കട്ടെ, പീഡിതരെ വിടുവിച്ചയക്കട്ടെ, ദൈവത്തിൻ്റെ പ്രസാദവർഷം അറിയിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അയക്കുന്നപ്പ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അയക്കുന്നപ്പ. അടുത്ത ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക കേട്ടോ. ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് കാണാൻ വേണ്ടി പോവുക.
ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യം നിറയട്ടെ, ദൈവരാജ്യം നിറയട്ടെ. നരകം കൊള്ളയടിച്ച് തീയിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുവാൻ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് സാക്ഷ്യം കേൾക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു നിമിഷം നിങ്ങൾ ലെഫ്റ്റ് ആകരുത്, എല്ലാവരും കേട്ടോണേ. ഒരു നിമിഷം. ഈ വരുന്ന ശനിയാഴ്ച നമുക്ക് ഈസ്റ്റ് ഹാമിലെ പ്രാർത്ഥനയുണ്ട്. അതോർത്ത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. നമ്മളെല്ലാ ദിവസവും അന്യഭാഷാ പ്രാർത്ഥന ദിവസവും നടക്കുന്നു. ഇന്ത്യൻ സമയം 7 മണി മുതൽ 9 മണി വരെ, UK ടൈം 2:30 മുതൽ 4:30 വരെ ഈവനിങ്ങിൽ നടക്കുന്നു. അതിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ളവർ പങ്കുചേരുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നമ്മുടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ഓർന്ന് നന്ദി പറയണം. അനേകർ കർത്താവിൻ്റെ നാമത്തിൽ തകർന്ന ഭവനം നമ്മൾ കേട്ടല്ലോ സാക്ഷ്യങ്ങൾ. ഇനി ഒത്തിരി സാക്ഷ്യം മകൻ പറഞ്ഞിട്ടില്ല, 3 വർഷമായിട്ട് നടക്കാത്ത ആളാണ്. ഇതേപോലെ അനേകർ വിടിവിക്കണം. യേശു നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. തയ്യാറായിക്കുക, റെഡിയായിക്കുക. യേശുവിന് ആളെ വേണം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന് യേശു പറയും. നമ്മളതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ ദിവസം ഈസ്റ്റ് ഹാമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. UK ഇച്ചിരി റിസ്ക് എടുത്തോ. ചിലർ പറയും, ബ്രദറെ എനിക്ക് പാടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം വിശാലത തരും. ഒരു ദിവസത്തെ ഷിഫ്റ്റിനുള്ള കാശല്ല, ദൈവം തരുമെന്ന്. ദൈവം തരും. എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മ പറയുക, രാജ്യങ്ങളിൽ നിന്ന് അനേകർ വരാൻ വേണ്ടി പോകാൻ എന്നോട് പറഞ്ഞത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് രാജ്യത്തിൽ നിന്ന് വരണമെങ്കിൽ കാശ് വേണ്ടേ, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ? ഇതൊക്കെ ആര് തരുമെന്ന് എൻ്റെ അർത്ഥം. രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ അങ്ങ് തീ കത്തുക. രാജ്യങ്ങളിൽ നിന്ന്. ഇത്ര നാളും ബ്രദർ രാജ്യങ്ങളിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് കർത്താവ് പറയുക, രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാൻ വേണ്ടി പോവുക. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവം എക്യുപ്പ് ചെയ്യുവാനും വളർത്തുവാനും നിറയ്ക്കുവാനും സാമ്പത്തികമായിട്ടും സ്പിരിച്വലി മെറ്റീരിയൽ നിങ്ങളെ തുറക്കാൻ വേണ്ടി പോവുക. എനിക്കറിയത്തില്ല, പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചു. നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ലോകരാജ്യങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ UK പ്രാർത്ഥന യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റർ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. ആ പോസ്റ്ററിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷനുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ വരാമെന്നാണ്. ആഗ്രഹിക്കുന്നവർ വാ. ഒരു കൈവപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക പ്രവചന ആലോചന കർത്താവിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ മിടുക്ക് നോക്കി വരരുതേ. പ്രാർത്ഥിച്ചുകൊണ്ട് വാ. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കഴിവല്ല, ഇത് കൃപയാണേ. ദൈവം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വാ, വലിയ പ്രതീക്ഷയോടെ വാ. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നോട് കർത്താവ് കണക്ട് ചെയ്യണമേ, എന്നോട് ദൈവമേ ഒരു വലിയൊരു പകർച്ച എനിക്ക് തരണമേ. നിങ്ങളുടെ ആഗ്രഹത്തെയാണ് ദൈവം മാനിക്കുന്നത്. ബ്രദറിനൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ കേട്ടല്ലോ, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ UK മീറ്റിങ്ങിലേക്ക് നിങ്ങൾ വരിക. കേരളത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം ഡിസംബറിൽ നമ്മൾ ദൈവികമായുള്ള പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ദൈവം വേഗത്തിൽ അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എന്നെ വിട്ടുകിട്ടേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പൗലോസ് പറഞ്ഞു. ഞാനും അങ്ങനെ പറയാം, കർത്താവേ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നും ഓർത്താൽ വരാൻ പറ്റത്തില്ല. ദൈവം അയക്കണം. ദൈവം അയച്ചു വന്നാൽ മാത്രമേ ഗുണമുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഡിസംബറിൽ കർത്താവെ നമുക്ക് വലിയൊരു ഔട്ട് പോറിങ് അവിടെ സംഭവിക്കുവാൻ, വലിയൊരു കൊയ്ത്തിലേക്ക് നമ്മളെ കയറ്റുവാൻ, ഇന്ന് പല പട്ടണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ അനുഭവിക്കുവാൻ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുവാൻ ദൈവം സഹായിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുവാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വിതയ്ക്കുന്നവനെ കൊയ്യത്തുള്ളൂ. നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ, ദൈവം തരുന്ന നന്മയിൽ നിന്നുള്ള ഓഹരി ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കണമേ. ഒരു ശേഷിപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എപ്പോഴും ഒരു ശേഷിപ്പ് ഒരു മാറ്റിവെക്കണം. നിങ്ങളത് മാസത്തിൽ നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ, കർത്താവ് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നു. ഇത് പിരിവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പിരിവ് കൊടുക്കുകയല്ല, ഒരു സഭയ്ക്ക് കൊടുക്കുകയല്ല, ഒരു ബ്രദറിന് കൊടുക്കുകയല്ല. യേശു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആ വിധവയുടെ 2 അണയെ കണ്ടൊരു ദമ്പതിയാണ്. അപ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. ആ ശതാധിപനോട് ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും നിന്റെ എല്ലാവിധമായ ദശാംശങ്ങളും അവിടെ എത്തിയിരിക്കുന്നു സ്വർഗത്തിൽ. കണ്ടോ, കണക്കെല്ലാം അവിടെയാണ്. വിതയ്ക്കുക, കർത്താവിൻ്റെ നാമത്തിൽ കൊയ്യുക, സുവിശേഷത്തിന് വേണ്ടി അനേകിടങ്ങളിൽ പോകുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി, എനിക്ക് വേണ്ടിയും ഭവനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന, ബ്രദറിനെ ബിസിയാക്കാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. ഇനിയും അനേക ആത്മാക്കളെ നേടുവാൻ, നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുക. അപ്പോൾ മറക്കരുത്, അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ എല്ലായിടത്തും ഞാൻ അനുഗ്രഹിക്കുന്നപ്പം വായ്പ മേടിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ വിതയ്ക്കുന്നവൻ്റെ നന്മ ദൈവരാജ്യത്തിൽ വീണതുകൊണ്ട് ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. യേശുവേ, അവരുടെ സാമ്പത്തിക ഉറവകൾ വർദ്ധിക്കട്ടെ.
അവർ നന്മ വർദ്ധിക്കട്ടെ. ഒരു വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ആ സാമ്പത്തിക ഞെരുക്കം, കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ സകല ഞെരുക്കങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നപ്പ, ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അല്ല കേട്ടോ, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഈ കാണുന്ന നമ്പർ കൊണ്ട് നമ്മൾ എല്ലാ വിഷയത്തിനും മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇനി അഥവാ എന്തെങ്കിലും മിസ്സായി നിങ്ങൾക്ക് തോന്നിയാൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യം. ബ്രദർ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ തകർന്നിരിക്കുവാണ്, എനിക്കൊരാളുടെ സഹായം വേണം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഈ കാണുന്ന 3 നമ്പറിൽ താഴെ പോകുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പരും 4 നമ്പറുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടെ. പ്രത്യേകിച്ച് പ്രയർ ലൈനിലേക്ക് വിളിക്കും. നിങ്ങൾ ഓർത്തോ ചിലപ്പോൾ അവർ ബിസി ആയിരിക്കാം, നിങ്ങൾക്ക് അവർ മറുപടി തരും. അവർ നിങ്ങൾ നിരന്തരമായിട്ട് വിളിക്കാതെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അവർ ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അവർ, എനിക്ക് വന്നത് എന്നേക്കാൾ കൂടുതൽ അവർ ദൈവസന്നിധിയിൽ തിരക്കുള്ളവരാണ്. കർത്താവ് അവരെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അവരെ ഓർത്ത് നന്ദി പറയണമേ. അവരെ ഓർത്ത് കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് വല്ലപ്പോഴും അവരെ വിളിച്ച് നിങ്ങൾ ഒന്ന് വിശേഷങ്ങൾ തിരക്കുന്നത് നല്ലതാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ ഒന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് 2-3 സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. ഓക്കെ, ഒരാൾ സാക്ഷ്യം ഒരു മിനിറ്റ്. ഒരു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്യുവേ. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ, കാര്യം നമുക്ക് സൗണ്ട് ബ്രേക്ക് ആയിരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞു, ഒരാൾ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രദറെ, ഒരു മിനിറ്റ് പറഞ്ഞു ബ്രദറെ, കഴിഞ്ഞ തിങ്കളാഴ്ച, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ തിങ്കളാഴ്ച അജിസ്റ്റും ബ്രദറും കൂടെ എന്റെ കസിന്റെ, ഞങ്ങൾ 4 വീട്ടിലേക്ക് വന്നിരുന്നു. 4 വീട്ടിലും മഹാ അത്ഭുതമാണെന്ന് കർത്താവ് ചെയ്തത്. കർത്താവിനോട് നന്ദി പറയണു. ആദ്യം എന്റെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പകർച്ച, എന്റെ വലത് കൈയുടെ റിസ്റ്റ് അവിടുന്ന് തുടങ്ങി ഈ ഷോൾഡർ വരെ ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിച്ചു ഞാൻ. ഒരു പകർച്ച ദൈവം എനിക്ക് തന്നു. കർത്താവിന് നന്ദി, അജിസ്റ്റിന് നന്ദി. അടുത്തത്, എൻ്റെ ഒരു കസിൻ 5 വർഷമായി അവനെ ഭയത്താൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ രാത്രി ഭക്ഷണം തിരികെ കഴിക്കുള്ളെങ്കിലും കഴിക്കും. അവൻ പകലാണ് മുഴുവൻ കിടന്നുറങ്ങുന്നത്. ഒരു ജോലിക്ക് പോയെടുത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി അവൻ വീട്ടിൽ വന്ന് പെട്ടതാണ്. പക്ഷെ അജിസ്റ്റ് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് അവൻ ആര് ചെന്നാലും അവൻ അറിയും, അവൻ എഴുന്നേറ്റ് വരും. പകല് ചെന്ന അവിടെ ആരും ചെല്ലാൻ പാടില്ല, അവന്റെ കാര്യം അങ്ങനെയാണ്, അവൻ ഉറങ്ങണത് അപ്പോഴാണ്. പക്ഷെ ഞങ്ങൾ അജിസ്റ്റും ബ്രദറും ഞാനും കൂടെ ചെന്നു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വീട്ടിൽ ചെന്നിട്ട് അവൻ അറിഞ്ഞേയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചറിഞ്ഞില്ല, ഞങ്ങൾ ചെന്നതറിഞ്ഞില്ല. അവനെ പിടിപ്പിച്ച് കർത്താവ് വലിയ അത്ഭുതം അവിടെ ദൈവം ചെയ്തു. അതുപോലെ തന്നെ 3ാമത്തെ വീട്, ജെറി എന്ന് പറയണ മകൻ, ഞാൻ ബ്രദറിനോട് ഒരിക്കൽ കിഡ്നിയുടെ കാര്യം പറഞ്ഞിരുന്നു. അവന് കിഡ്നി 2ഉമില്ല. അവൻ്റെ പാൻക്രിയാസിൽ ക്യാൻസറാണ്, പിന്നെ ലിവർ സിറോസിസ് ആണ്. എല്ലാം കൊണ്ടും ബാഡാണ് മാനസികമായി നോക്കിയ. പക്ഷെ ദൈവികമായി നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. അവന് വൊമിറ്റ് ചെയ്യുമായിരുന്നു, എന്ത് കഴിച്ചാലും ആ വൊമിറ്റിങ് നിന്നു. ഇന്നലെ രാത്രി അവൻ എല്ലാവരും പറയാൻ മരിച്ചു. ആ ഒരു കണ്ടീഷനിലായിരുന്നു. ഞാനും അജിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു, അജിസ്റ്റ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. ആംബുലൻസിൽ അജിസ്റ്റ് പറഞ്ഞു തന്ന പോലെ കർത്താവ് അവിടെ നിന്ന് തുടങ്ങി മെഡിക്കൽ ടെസ്റ്റ് വരെ ഭാഷ വരുത്തി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. അവിടെയും അവന് ജീവൻ, അവന്റെ ശ്വാസം 2ാമത് അവന് കൊടുത്തു. അവൻ 7 മണിയായപ്പോഴേക്കും എഴുന്നേറ്റിരുന്നെന്ന് സിസ്റ്റർ പറഞ്ഞു. കൂടിയും കുറഞ്ഞു ഇരിക്കണു. അങ്ങനെ കിട്ടിയ പോരാ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പുതുജീവൻ അവന് കൊടുക്കണം. മകൻ UK-ലുണ്ട്, അവളുടെ മകള് UK-ലുണ്ട്. അവള് തിരിച്ചു വരണം, അവളുടെ അപ്പനെ കാണണം. അതും ഒരുപാട് എനിക്കറിയില്ല. കർത്താവ് ചെയ്ത നന്മകൾക്ക് സകലതിന് നന്ദി പറയണു. യേശുവിന്റെ നാമത്തിൽ തീർച്ചയായിട്ടും പ്രിയ കർത്താവിന്
കർത്താവിന് തീർച്ചയായിട്ടും സഹോദരങ്ങളെ ദൈവം ഉപയോഗിച്ചല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതുമാത്രമല്ല വലിയ ദൈവപ്രവർത്തികൾ കാണാനും ദൈവം അവർ ഉപയോഗിക്കുന്നല്ലോ ശക്തമായിട്ട്. ഇനിയും അനേക ഇടങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പോലെ തന്നെ അനേകങ്ങൾ ചെതറിപ്പോയി സുവിശേഷം അറിയിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററെ, ദൈവം ചെയ്ത വലിയ പ്രവർത്തിക്ക് നന്ദി പറയുന്നു. ഭവനങ്ങളിൽ നിന്നും കെട്ടുകളെ അഴിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ്. ഇനിയും സമൃദ്ധമായിട്ട് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇനിയും അത്ഭുത സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ. ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ സഹോദരങ്ങൾ. ആമേൻ. പറഞ്ഞു. പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് സിന്ധു ആണ് സംസാരിക്കുന്നത്. എന്റെ മോനാണ് ഗൗതം UK വരാൻ വേണ്ടിയിട്ട് വിസയൊക്കെ വന്ന കാര്യം നമ്മൾ ടെസ്റ്റ് മണി പറഞ്ഞായിരുന്നു. 17 അവൻ UK വന്നു, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ പാസിനെ ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി നേരം അവൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഒന്ന് ഇന്ന് തന്നെ നിഖിൽ ബ്രദറിനോട് പറയണം, ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല, കട്ട് ചെയ്തു, ഞാൻ UK നമ്പറിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ വിസ വന്നിട്ടും ബ്രദർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുമ്പോട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രതിസന്ധികൾ വരും, അപ്പോഴും മനസ്സിലാക്കുക കർത്താവ് കൂടെ ഉണ്ടെന്ന്. അത് കറക്റ്റ് ആയിരുന്നു. ഓരോ നമുക്ക് അക്കോമഡേഷന്റെ കാര്യത്തിനായാലും മറ്റു പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ആയാലും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ബ്രദറെ. പക്ഷെ തക്ക സമയത്ത് ദൈവം ദൂതനെ ഇറക്കി ചെയ്യും പോലെ ഓരോ കാര്യങ്ങളും ഭയങ്കര ഓപ്പണിംഗ് ആയിരുന്നു. അതിന്റെ ഒരു കൊച്ചു എക്സാമ്പിൾ ഞാൻ പറയാം. അവനെ അവിടെ നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റിലാണ് UK അവൻ അവിടെ വന്നേക്കുന്നത്. അവിടെ വന്നിട്ട് ഇവന്റെ കയ്യിൽ 20 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അന്നേരം ഈ ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്ന എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആള് പറഞ്ഞു, എല്ലാവരും കാശ് കൊടുക്കണം, എത്ര രൂപ, 2, 3, 4 രൂപ, 5 രൂപയ്ക്ക് അകത്ത് എങ്ങനെ കൊടുക്കണം എന്ന്. അപ്പൊ ഇവന് 20 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ കോയിൻസ് വല്ലതും കരുതണമായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, എല്ലാവരുടെയും കോയിൻസ് ഉണ്ട്, എന്റെ കയ്യിൽ മാത്രം കോയിൻസ് ഇല്ല. ഞാൻ പറഞ്ഞ, കർത്താവ് എന്തേലും ചെയ്യും, നീ ഒന്നും മിണ്ടാതെ അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ കഴുത്തിൽ ഒരു മാലയിൽ ഒരു ക്രോസ് ഉണ്ടായിരുന്നു ബ്രദറെ. ഈ ട്രോളിയിൽ കൊണ്ടുപോയ അദ്ദേഹം ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചെന്ന്. അന്നേരം ഇവൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാ, എനിക്ക് കാശ് വേണ്ട കേട്ടോ. ഒരു കൊച്ചു കാര്യമാണ് പറയണേ, കാരണം ഈ തിരക്ക് എല്ലാരും കൂടെ ഇങ്ങനെ ക്യൂല് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ബ്രദറെ ഓരോ കാര്യത്തിലും അവിടെ പോയില് അക്കോമഡേഷൻ ആയാലും, ഇന്ന് അവൻ ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റിലാണ് അവൻ ഉള്ളത്. പിന്നെ അവിടെ പോയപ്പോഴൊക്കെ അപ്പൊ ഈ സന്തോഷം ഒന്ന് നമുക്ക് ബ്രദറിന്റെ അടുത്ത് ഷെയർ ചെയ്യണം. കാരണം 1 by 1 ആയിട്ട് ബ്രദറിന്റെ ആ പ്രവചനത്തിലാണ് ഞാനും എന്റെ മോനും കൂടെ ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ കാരണം ഞങ്ങൾക്ക് ഒരു നോ വേ എന്നേ നമുക്ക് പറയാനുള്ളൂ ബ്രദറെ. അപ്പൊ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, ബ്രദറിനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല, എപ്പോഴാ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവന് വന്ന് കാണണമെന്നൊരു വാക്ക് ഇവിടെ വെച്ച് പറഞ്ഞല്ലായിരുന്നോ? അപ്പൊ വന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും തീർച്ചയായിട്ടും വലിയ സന്തോഷം. കാരണം ദൈവത്തിൻ്റെ ആലോചനയാണ്, ബ്രദറിനെ ദൈവം ഉപയോഗിച്ചെന്നുള്ളൂ. ചില സമയത്ത് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഡ്രൈവിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കാം. ഈ 2 സമയങ്ങളിലായിരിക്കാം പൊതുവേ എന്ത് ചെയ്യുന്നത്, ഞാൻ അങ്ങ് കട്ട് ചെയ്ത്, ചിലപ്പോൾ മോൻ വിളിച്ച സമയത്ത് ഞാൻ ഒന്നെങ്കിൽ ഡ്യൂട്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവ്, ഒത്തിരി കോൾ വരുന്നതുകൊണ്ട് അറിയത്തില്ല പലപ്പോഴും. അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ പ്രയർ ടൈമിലും ഒക്കെ സൈലൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കോൾ എടുക്കാൻ പറ്റുന്ന അതിലെങ്കിലും മോനോട് പറയണം, ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു മെസ്സേജ് അയക്കാൻ പറയണം, നമുക്ക് ഒരുമിച്ച് കാണാം. അത് വാക്തത്വ വരവാണ്, അത് തീർച്ചയായിട്ടും ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. ഈ രാജ്യത്ത് ഫലം കായ്ക്കും. പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സാക്ഷ്യം. ദൈവം ഒരു പ്രവചന ആലോചന നിങ്ങൾക്ക് ലഭിച്ചാൽ എപ്പോഴും ഓർത്തോണം, ആ സഹോദരങ്ങൾ ഓർത്ത് അവർക്ക് ദൈവത്തോട് ചേർന്നു എന്ന്, ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. ദൈവമാണ് അവരെ നടത്തിയത്, ബ്രദറിനെ ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഓർത്തോണം, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയിലൂടെ നിങ്ങൾക്കൊരാലോചന ദൈവം തന്നിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നോണേ, അതിൻ്റെ നിവൃത്തിയാണ് സഹോദരി. തീർച്ചയായിട്ടും മോൻ്റെ മെസ്സേജ് അയക്കാൻ പറയണം, ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും. എങ്കിലും എനിക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനിൽ എവിടെയെങ്കിലും സഹോദരന്മാർ പറഞ്ഞാൽ മതി, ഞാൻ അവരെ എന്നോട് മെൻഷൻ ചെയ്തോളും. എന്തായാലും ഞാൻ കോൺടാക്ട് ചെയ്യും, നമുക്കത് കാണാമെന്ന് തന്നെ പറയണം. കർത്താവ് വലിയ കൃപയാൽ നടക്കട്ടെ. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്നലെ ആരാധന കഴിഞ്ഞ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ്, നമ്മുടെ സുഹൃത്തിന്റെ പെങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഞാൻ പ്രെയർ ലൈനിൽ വിളിച്ച് പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ ഒരു
രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടാൻ പാടായിരിക്കും, ഒന്നും ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവ് വിടിയിപ്പിക്കും, ഒരു വിഷയവും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഞാനിങ്ങനെ കടന്നു വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരി, എൻ്റെ കൂടെ പഠിച്ചതാണ് ആ സഹോദരി. ആ പുള്ളിക്കാരിക്ക് തലയ്ക്കകത്ത് ക്യാൻസർ. ഞാൻ പിന്നെ വൈകിട്ട് അവർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരെയും യേശുവിന്റെ വചനം പറയുകയും അവരെ ശക്തീകരിക്കുകയും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, വൈകിട്ട് ഇന്ന് നീ കിടന്ന് സുഖമായി കിടന്നുറങ്ങും. കർത്താവ് പക്ഷെ നിനക്ക് ഈ ഉറക്കം കഴിയുമെന്ന് കർത്താവ് നിനക്കൊരു മെറിക്കൽ, ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്യും. പക്ഷെ ഈ സഹോദരിക്ക് കിടക്കുന്ന കിടപ്പിൽ നിന്ന് സ്വന്തമായിട്ട് ശരീരത്തെ ചലിപ്പിക്കാൻ പറ്റത്തില്ല, ബലമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് അവൾ എങ്ങനെയോ തന്നെ എഴുന്നേറ്റ് നടന്നെന്ന് ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു സാക്ഷ്യത്തെ പറയാനാണ് ഞാൻ ഈ ലൈനിൽ വന്നത്. സകല മഹത്വവും എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നു. നന്ദി കർത്താവ്. എന്ന് പ്രിയ സഹോദരൻ പറഞ്ഞാൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. സുവിശേഷം കേട്ടതിൻ്റെ റിസൾട്ടാണത്. സത്യസുവിശേഷത്തിൻ്റെ അനേകടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനും അനേക വ്യക്തികൾ ഇപ്പോൾ കേട്ടില്ല, ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് വിടുതലുണ്ടാകുന്നതൊക്കെ കാണുവാൻ ദൈവം ഇടയാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല, നിങ്ങളെ ദൈവം ഉപയോഗിക്കും. സുവിശേഷത്തിൻ്റെ ശക്തി ഇതാണ്. ഇനിയും ശക്തമായിട്ട് നിങ്ങൾ ഓടി നടന്നുകൊണ്ട് ബിസിയാകട്ടെ. എല്ലാവരുടെ മേലൊരു ബിസി ഷെഡ്യൂളായി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. വലിയ സാക്ഷ്യം ഇനിയും ദൈവം തുറക്കും, ഇനിയും കർത്താവ് ചെയ്യും, ഉപയോഗിക്കും. വചനത്തിൽ വളരണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? എന്തോ ധൈര്യമായിട്ട് പറഞ്ഞു മിസ്റ്റർ. ബ്രദറെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അജിത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാലിന്റെ ഉപ്പൂറ്റിക്കകത്ത് എല്ല് വളരുന്നുണ്ട് ബ്രദറെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് തറയിൽ ഊന്നാൻ പറ്റാതെ പ്രാണം പോകുന്ന വേദനയാണെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഞാൻ 3 ദിവസത്തിന് മുന്നേ ഞാൻ കാല് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് വിടുവിക്കും, ഇനി ഈ അസുഖം എന്റെ കർത്താവ് തരില്ല, സൗഖ്യം ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ബ്രദറെ. ഇപ്പൊ 3 ദിവസം കൊണ്ട് ആ കുട്ടിക്ക് വേദനയേ ഇല്ല. എന്റെ കർത്താവിന് മഹത്വം യേശുവേ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. നിങ്ങൾ കേട്ടോ? എത്ര വർഷമായിട്ട് ആ ബുദ്ധിമുട്ടുണ്ട്, എല്ല് വളരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 2 വർഷത്തിൽ കൂടുതലായി. ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്, നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും, അതുകൊണ്ട് അത് റിസ്ക് ആണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്റർ ഇങ്ങനെ ഈ സുവിശേഷം കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം കിട്ടിയത്? അതെ ബ്രദറെ, ബ്രദറിന്റെ പ്രാർത്ഥനയും എല്ലാം കേട്ടതിന് ശേഷമാണ് ബ്രദറെ. നിങ്ങൾ കേട്ടെ, ഇതിന്റെ റിസൾട്ടാണ് സുവിശേഷത്തിൽ. 2 ടീച്ചർമാർക്കും നടുവേദനയും കാലുവേദനയും വയ്യാത്തത് കൊണ്ട് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രദറെ. നാളെ വരുമ്പോ എനിക്കതൊരു സാക്ഷ്യം. നിങ്ങൾ കേട്ടെ, 2 വർഷമായിട്ട് ആ സഹോദരിയുടെ കാലിന് എല്ല് വളരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നതാണ്, കാല് കുത്താൻ വേദനയുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം സഹോദരി, ഇതാണ് വചനം കേട്ടുള്ള ഗുണം. ദൈവരാജ്യം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. സഹോദരി ആ മോക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാല് കുത്തിയാൽ പോലും വേദനയുള്ള ആളായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ജീവിതകാലം മുഴുവൻ വേദന എന്ന് പറഞ്ഞല്ലേ, ഇങ്ങനെ വേദന ഉണ്ടാകേണ്ടി വരില്ലേ? ജീവിതകാലം മുഴുവൻ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞു. സഹോദരി കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് 2 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും ഡോക്ടർ പോലും പറഞ്ഞു ജീവിതകാലം മുഴുവൻ വേദന കൂടെ പുറപ്പായിട്ട് വരും. പക്ഷേ യേശു അത്ഭുതം ചെയ്തു. പ്രിയ മകളെ ദൈവം ഉപയോഗിച്ചു, അവിടെ സൗഖ്യം കൊടുത്തു. ഇപ്പോൾ വേദന ഒട്ടുമില്ലെന്നാണ് പറഞ്ഞേക്കുന്നല്ലേ? എൻ്റെ യേശു അങ്ങ് അത്ഭുത മന്ത്രി. കർത്താവ് നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്, നന്ദി പറയുന്നു. നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങൾ ഇരിക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാ ഭാഗ്യമായത്, ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. സുവിശേഷത്തിൻ്റെ നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ. സിസ്റ്റർ ഇനിയും അത്ഭുതങ്ങൾ കാണും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ എന്തോ പറയട്ടെ ഒരു സാക്ഷി. കഴിഞ്ഞ ശനിയാഴ്ച മസിൽ പെയിൻ പറഞ്ഞല്ലോ, മാറിയപ്പോ എന്റെ കാലിന് മുട്ടിന് താഴെ 3 ദിവസമുള്ള ആയിട്ടുള്ള വേദനയായിരുന്നു, അത് മാറി. പൂർണ്ണമായിട്ടും മാറി വേദന? പൂർണ്ണമായിട്ട് മാറി. നന്ദി യേശു, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ഹലോ പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ.
പിന്നെ രണ്ടു കാര്യം പറയാനുണ്ട് എനിക്ക്. ഈ വെള്ളിയാഴ്ച ഒരു ആന്റി ഉണ്ടായിരുന്നു, സരോജിനി ആന്റി. അവർക്ക് ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എല്ലാ ടെസ്റ്റ് കഴിഞ്ഞ് ന്യൂമോണിയ എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പൊ കിടക്കാനും ഉറങ്ങാനൊന്നും പറ്റായിട്ട് ഞങ്ങളെ വിളിച്ചു. ആ സമയത്ത് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് ശേഷം സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങിയ ശേഷം ശനിയാഴ്ച ബ്രദറെ അത്ഭുതം എന്ന് പറയട്ടെ, ഇതേപോലെ നമ്മൾ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. 9 മണി സമയത്ത് ഞങ്ങളെ വിളിച്ചു. വിളിച്ചപ്പോ ഫോൺ ഓഫാക്കാതെ ഞാൻ ഫോൺ വെച്ചിട്ട് ഈ നമ്മള് ഈ എന്നാ പറഞ്ഞ സൗണ്ട് ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, സൗണ്ട് ഇത് കേട്ട് പറയണതൊക്കെ കിട്ടുന്നവർക്ക് ഫസ്റ്റ് പറഞ്ഞ വചനങ്ങളൊക്കെ ഇല്ലേ, സാക്ഷ്യങ്ങളൊക്കെ, ആ കേൾക്കാൻ വേണ്ടി മൊബൈൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അടുത്ത് തന്നെ വെച്ചിരിക്കുന്ന നിന്ന് 3/4 മണിക്കൂർ സമയമായി കേട്ട് ഒരു ദിവസം 10 മണിയാകാനായി. അപ്പൊ ഫോൺ ഓഫായി പോയി, നമ്മൾ വിളിച്ച ഫോൺ ഓഫായി പോയി. എന്നിട്ട് അവരെന്നോട് ചോദിച്ച് അത് ഞാൻ തിരികെ പറയാ, ഇത് ശനിയാഴ്ച അത്ഭുതം. ഞായറാഴ്ച ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നാളെ അഡ്മിറ്റ് വീട്ടിലേക്ക് പോകാം. ഡോക്ടർ പോയിട്ട് പറഞ്ഞു നാളെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ഇന്ന് വീട്ടിലേക്ക് പോയി. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തിയാണ്. ശ്വാസം മുട്ടലായിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, നിരന്തരമായി വലിയ രോഗസൗഖ്യത്തിൻ്റെയും പ്രൊഫറ്റിക്കൽ ഡെലിവറൻസിൻ്റെയും വലിയൊരു കൂട്ടമായിട്ടുള്ള വിടുതലായിരുന്നു. അത് സൗകര്യം പറഞ്ഞത് കേൾപ്പിച്ച് അവരെ ഒരു തുടർമാനമായിട്ട് അത് കേട്ടുകൊണ്ടിരുന്നു. അവർ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്യുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങൾക്കായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സ്ട്രൈനിയ. എല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ചെറിയ ഒരു വ്യക്തി എന്ത് വിഷയം പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിച്ചോണം. യേശു നിങ്ങളുടെ മേലെ അധികാരമുണ്ട്. ഈ വചനം അകത്ത് വ്യാപരിക്കുന്നു. നിങ്ങൾ തൊട്ടാൽ അത്ഭുതമാണ്, നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതമാണ്. യേശു ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. എന്തോ ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മള് എറണാകുളത്തുള്ള മീറ്റിംഗ് ഞങ്ങൾ വന്നിട്ട് കൊല്ലത്തുനിന്നായിരുന്നു വന്നത്. അപ്പൊ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് ഹലോ ബ്രദറെ, എറണാകുളത്തുള്ള മീറ്റിങ്ങിന് ഞങ്ങൾ വന്നായിരുന്നു, കൊല്ലത്തുനിന്നായിരുന്നു വന്നത്. അപ്പോഴ് തിരിച്ചു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു അച്ഛനെ പരിചയപ്പെടാനിടയായി. തമിഴ്നാട്ടിലുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പോഴ് വയ്യാതെ ഇരുന്നപ്പം ഞാനും എന്റെ കൂടെ സഹോദരിയും കൂടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ അന്ന് തന്നെ അച്ഛനെ പ്രാർത്ഥിച്ചായിരുന്നു. കാലുവേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോഴ അച്ഛൻ പറഞ്ഞ് അച്ഛന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും എന്തോ ആക്സിഡന്റിൽ മരിച്ചുപോയി, വീട്ടിനകത്ത് അങ്ങോട്ട് തീ കത്തി അങ്ങോട്ട് മരിച്ചുപോയി, ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. ഒരുപാട് 10-75 വയസ്സുള്ള ഒരു അച്ഛനായിരുന്നു. ഇപ്പം എറണാകുളത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം മാസങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോഴേ കഴിഞ്ഞ ദിവസം എന്നെ ഇതുപോലെ വിളിച്ചായിരുന്നു. നമ്പർ എങ്ങനെയോ തപ്പി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുവാണ്, ശരീരം മുഴുവനും വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ശകലം വെള്ളം എടുക്കും, ഞാൻ പ്രാർത്ഥിച്ചു തരാന്ന്. അങ്ങനെ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഞാൻ ഇന്നലെയായിരുന്നു പ്രാർത്ഥിച്ച്. ഇന്ന് രാവിലെ വിളിച്ചാൽ പറഞ്ഞു, എനിക്ക് തിരിച്ചു വിളിക്കാനുള്ള നമ്പർ എവിടെയെന്ന് കണ്ടില്ല, എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി, വേദന മുഴുവനും മാറി, സുഖമായിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഓ യേശുവേ, ഞങ്ങളുടെ നന്ദി കർത്താവേ. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നല്ലോ. പ്രിയ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, ആക്സിഡന്റ് നിമിത്തം മുഴുവൻ വേദനയായിട്ട് ഭാരപ്പെട്ടാണ് ആ പിതാവ് വിളിച്ചത്. എന്നാൽ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു വെള്ളം അവർക്ക് കൊടുത്തു. ആ വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു. പൂർണ്ണമായി വിടുതൽ കിട്ടിയെന്ന് വിളിച്ചു പറയാനിടയായി തീർന്നു. യേശു അത്ഭുതത്തിൻ്റെ കർത്താവ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഓടി നടന്ന് എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടട്ടെ. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ, പറഞ്ഞു. എന്റെ സഹോദരിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ സ്കാൻ ചെയ്തപ്പം ലിവർ സിറോസിസ് ആണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ഡോക്ടർ വന്ന് എല്ലാ ടെസ്റ്റും ചെയ്തൊക്കെ നോക്കിയപ്പോ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, വീട്ടിൽ തിരിച്ചു പൊക്കോളുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നാളെ എപ്പം ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വരും. ദൈവാത്ഭുതം പ്രവർത്തിച്ചു. നന്ദി കർത്താവ്. ലിവർ സിറോസിസ് പറഞ്ഞ വ്യക്തിയാണ്, പക്ഷെ കർത്താവ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ടെസ്റ്റ് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു, ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ദൈവമേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദർ,
എന്തോ ബ്രദർ, എന്തോ റോഡരികിലാണ് എന്റെ വീട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ റോട്ടില് ഇങ്ങനെ വണ്ടി കൂട്ടിയിടിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലേക്ക് കേൾക്കാം സ്വരം. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ആ വഴക്കടി നിക്കട്ടെ. ഭയങ്കരമായിട്ട് സ്വരം ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേറി പുറത്തു പോയിട്ട് അത് എന്താ നോക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വഴക്കൂല. ഭയങ്കര ഇതാണ്, ട്രാഫിക് ജാം ആയിരുന്നു. പക്ഷെ അവിടെ വഴക്കൂല, ഒന്നുമില്ല, ശാന്തമായി. എനിക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോ സാക്ഷ്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യട്ടെ. ഇനിയും ഇനിയും നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം പോലും ചേഞ്ച് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ ആമേൻ. എന്തോ പറഞ്ഞു. ആ, വിഷയമാണ്, സാക്ഷിയാണ്. ആ ഹലോ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ കേൾക്കുന്നു. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ ചേച്ചിക്ക് കാലിന്റെ മുട്ട് മാറ്റി വെക്കുന്ന സർജറി ഇന്ന് കഴിഞ്ഞതാ. അപ്പൊ അത് പിന്നെ അവിടുന്ന് ഓപ്പറേഷൻ സമയത്ത് മുമ്പായിട്ട് ഇങ്ങനെ മരപ്പിച്ചപ്പോ അത് മരയ്ക്കുന്നുണ്ടായിരുന്നില്ല. മരയ്ക്കാതെ ഒരു പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നീട് നട്ടെല്ലിന് ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് മരപ്പ് വന്നു കഴിഞ്ഞപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നട്ടെല്ലിനെ കൂടെ ഒരു ചെറിയ ട്യൂബ് കൂടി മരുന്ന് ഇപ്പോഴും മരക്കി കഴിഞ്ഞുള്ള ട്യൂബ് ഇട്ടേക്കണം, മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേദന സഹിക്കാൻ വയ്യാതെ കിടക്കുക. ഒരു വാക്കൊന്ന് നന്ദി കർത്താവ്. ഇന്ന് പ്രിയമകളുടെ ശരീരത്തിനാണ് കർത്താവ്. ഇന്ന് നിങ്ങൾ കേട്ടതുപോലെ തന്നെ പിതാവിൻ്റെ വേദനയെ പൂർണ്ണമായും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതുപോലെ ആ പ്രിയ സഹോദര വേദനകൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും നീങ്ങിപ്പോകട്ടെ, ഫ്രീ ആകട്ടെ കർത്താവ്. കർത്താവിൻ്റെ മുറിവ് ഞങ്ങളുടെ ആശ്വാസവും സൗഖ്യമാണല്ലോ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ഞാൻ ഇന്ന് ഒന്നരാടനാണ്. ഇവിടെ ഞാൻ ലിഫ്റ്റ് ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. 4 നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് 20 കിലോ ഉള്ള സാധനം എടുത്തോണ്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് എനിക്ക് രാവിലെ ഭയങ്കര കൈവേദനയായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ച സൗഖ്യമായെന്ന് പറയാം. തൊടാൻ പറഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. പിന്നെ ഞാൻ നിൽക്കുന്ന അമ്മ 1 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന അമ്മയായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണെല്ലാം ഇങ്ങനെ വിറച്ച് വരുമായിരുന്നു. ഞാൻ യേശുവിന്റെ അടിപ്പിനുള്ള സൗഖ്യം തന്നു, കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നേരം തന്നെ അമ്മയ്ക്ക് ഒരു വിടുതൽ കിട്ടി. നന്ദിയോടെ ദൈവത്തിന് നന്ദിയോടെ നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സഹോദരൻ പറഞ്ഞ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ വേദന പ്രാർത്ഥനാ സമയത്ത് സൗഖ്യമായി. ഇസ്രയ മാതാവിന് കൊടുത്ത വിടുതലിന് നന്ദി കൈവച്ച് പറഞ്ഞോണം അമ്മ എണീറ്റ് നടക്കും, ഞാനൊരു അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞു. ദൈവം നമ്മളെ അയക്കുന്നത് രോഗികളെ സൗഖ്യമാക്കാനാണ്. ഇനിയും ഇനിയും ഡോറുകളെ ദൈവം തുറക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു. ഒരു വിവരം പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. എന്നെ ആരും കാണണ്ടെന്ന് പറഞ്ഞു. അന്നേരം നീയും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ, കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കി തീർക്കുന്നവൻ എൻ്റെ ദൈവമാണല്ലോ, പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്ന ദൈവമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് എൻ്റെ ബ്രദർ ഇന്ന് വചനം എടുത്തതും അത് തന്നെയായിരുന്നു. അന്നേരം എനിക്ക് വളരെ ആശ്വാസം തോന്നി ബ്രദറെ, ആ പ്രാർത്ഥനയിൽ, ഇന്നത്തെ മീറ്റിങ്ങിൽ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉറപ്പിച്ചതാണ്. ആ മനുഷ്യൻ മാനസാന്തരപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നമുക്ക് അന്നതൊക്കെ ലഭിച്ചതുമായിട്ടുള്ള വചനം ദൈവത്താൽ തന്നെയാണ്. അതിന്റെ സാക്ഷ്യം കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ഞാൻ കോഴിക്കോട് ആണ് വിളിക്കുന്നത്. നമ്മളെ റിലേറ്റീവ് ആയിട്ടൊരു കുട്ടി ശരീരം മുഴുവൻ പഴുക്കുന്ന ഒരു രോഗം. അത് കുറെ വർഷങ്ങളായി ട്രീറ്റ്മെന്റ് ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ ഇനി ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ വീട്ടിൽ വാതിലടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അവസാനം എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ട് ഇവിടെ കോഴിക്കോട് ഹോമിയോ കോളേജിൽ അഡ്മിറ്റ് ആണ്. ഇപ്പം ഇത്തിരി സമാധാനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവര് എന്തോ ലോഷനൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞപ്പം ഇന്ന് ഇത്തിരി വേദനയുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഞാൻ പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്പറൊക്കെ കൊടുത്ത് വിളിക്കാനൊന്നും പറ്റൂല ചേച്ചി, ഞാൻ അങ്ങനെ കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ജനറൽ വാർഡാണ്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതുപോലെ സ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക ഡോക്ടേഴ്സ്. ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല. വലിയ സ്ത്രീ, ഒരു 45 വയസ്സുള്ളതാണ്. പിന്നെ ശരീരം മൊത്തം ഇങ്ങനെ പഴുക്കുകയാണ് ബ്രദറെ.
സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാ. സിസ്റ്ററെ, അവിടെ പോയി സൗഖ്യം കാണുന്നത് വരെ ആ വ്യക്തിക്ക് വേണ്ടി കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. ഇത് പ്രയർ റിക്വസ്റ്റ് അല്ല, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ അവിടെ പൊക്കോണം. അവിടെ പോയിട്ട് വേണം പറയണം, സഹോദരി, യേശു നിങ്ങളുടെ ഈ വേദന വഹിച്ചിരിക്കുന്നു, യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. യെശയ്യാവിൽ പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു, വേദനകളെ ചുമന്നു. ഇത് പറഞ്ഞിട്ട് അവിടെ കൈവച്ചു പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി എപ്പോഴാണോ എനിക്കിപ്പം മാറ്റം വന്നു, പൂർണ്ണ വിടുതൽ വന്നു എന്ന് പറഞ്ഞ അപ്പം മാത്രമേ ഈ പ്രാർത്ഥന നടത്താവുള്ളൂ. പോയി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവിൻ്റെ അത്ഭുതം നടക്കും. ധൈര്യമായിട്ട് ഇല്ലേ. ഇതൊന്നും പ്രയർ റിക്വസ്റ്റേ ഇല്ല, നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മുമ്പിൽ ഒരു രോഗസൗഖ്യത്തിൻ്റെ ഒരു വ്യക്തി രോഗമായിട്ട് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് വന്നാൽ നിങ്ങൾ അവിടെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. ബ്രദറിൻ്റെ അകത്തുള്ള അതേ അധികാരം ബ്രദർ അത് ഉപയോഗിക്കുന്നു, നിങ്ങളും അത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. യേശുവിൻ്റെ വചനം വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, സാക്ഷാൽ രോഗത്തെ വഹിച്ചു. ദൈവം എന്നോട് പറയുന്നു, രോഗികളെ പോയി സൗഖ്യമാക്കാൻ. ഈ 2 വചനം വെച്ചുകൊണ്ട് ഏത് രോഗിയുടെ മേൽ ചെന്നു സൗഖ്യം കാണുന്നത്, ഒന്ന് പ്രാർത്ഥിച്ച് മാറിയില്ലേ പിന്നെയും ചെല്ലണം. ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശു നിങ്ങളെ കണ്ടിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി. ബാക്കിയുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് നാളെ കേൾക്കണം. സാക്ഷ്യം പറയാതിരിക്കരുതേ, സാക്ഷ്യം കേൾക്കണം. ഒരു സാക്ഷിക്ക് മറ്റൊരു സാക്ഷി ഉളവാക്കാൻ കഴിയത്തുള്ളൂ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. അപ്പോൾ നാളെ നമുക്ക് പ്രാർത്ഥനയുണ്ട്, അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരിക്കത്തുള്ളൂ. അറിയിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ലൈവിൽ കാണുന്നവർ നിങ്ങൾ വെറുതെ കണ്ട് രസിക്കാതെ സന്തോഷിക്കാതെ ഷെയർ ചെയ്യുക, അനേകർക്ക് ഇത് കൊടുക്കുക. അത് ഏത് വചനമായിക്കോട്ടെ, സാക്ഷ്യങ്ങളായിക്കോട്ടെ. കഴിഞ്ഞ ദിവസം സാക്ഷിയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം രോഗികൾക്ക് അയച്ചു കൊടുക്കുക. എത്ര രോഗിയെ എവിടെ കണ്ടാലും കൈവച്ച് പറഞ്ഞോണം. ഒരു മടിയും വേണ്ട, ഒരു നാണക്കേടും വേണ്ട. നിങ്ങൾക്ക് ചുമതലയാണ്, ഉത്തരവാദിത്തമുണ്ട്. യേശു ചോദിക്കും. നിത്യതയെ ചെല്ലുമ്പോഴേക്കും എത്ര നേരം പ്രാർത്ഥിച്ചു തമ്പുരാൻ ചോദിക്കത്തില്ല, എത്ര ആത്മാക്കളെ നേടി, എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ പറയണം, ഞാൻ കർത്താവേ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പോയി പ്രാർത്ഥിച്ചു, ഒരു നഷ്ടവും ഇല്ല. അതിൻ്റെ എല്ലാം പ്രതിഫലം യേശു തന്നിരിക്കും. ആമേൻ. കർത്താവ് പൗലോസിലെ പറഞ്ഞതുപോലെ, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികഞ്ഞു എന്ന് പറയുന്നത് പോലെ നമുക്കും അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ കർത്താവിൽ നമുക്കും ഒരവസരം ദൈവം തരും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ മറക്കരുത്. UK നമ്മുടെ പ്രാർത്ഥന ഈ ശനിയാഴ്ച നടക്കുന്നു. കർത്താവിൽ ഞാൻ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവല്ലേ തന്ന വലിയൊരു അവസരമാണത്. അത് നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. അതിൻ്റെ പിന്നിൽ ഓടുന്ന സഹോദരങ്ങളുണ്ട്, അവർക്കെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, അവർക്ക് ഓടുവാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ ഹോള് കണ്ടിട്ടില്ല, അവിടുത്തെ ക്രമീകരണം നമുക്കറിയത്തില്ല. ദൈവത്താൽ എല്ലാം ലഭ്യം. നമുക്ക് നല്ലൊരു ഹോള് തന്നു. അതിൻ്റെ ഓണർമാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ ചർച്ചിൻ്റെ ഹോളിനെ തന്ന അവിടുത്തെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ കർത്താവെ പുരോഹിതന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതിൻ്റെ അതോറിറ്റി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടെ ഓടി നടന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആളുകളെ എത്തിക്കുവാൻ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അവർ തളർന്നു പോകാതെ, അവർ ക്ഷീണിച്ചു പോകാതെ യേശുവേ ഒരു അഭിഷേകത്താൽ അവരെ നിറയ്ക്കണം. എല്ലാവരും നന്ദി പറഞ്ഞു അവർക്ക് വേണ്ടി. സഹോദരങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ അവർ അധ്വാനം വെറുതെ ആയി പോകത്തില്ല. കർത്താവെ ഹോളിൽ ഇരിക്കാൻ ഇടയില്ലാതെ വണ്ണം ഓവർഫ്ലോയിങ് അനോയിൻറ്റിങ് അവിടെ വ്യാപരിക്കുന്നല്ലോ. അങ്ങ് രോഗികളെ വിടിവിക്കും, സൗഖ്യമാക്കും, കെട്ടുകളെ പൊട്ടിക്കും, ബന്ധനങ്ങളെ അഴിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകും. പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ ഉണ്ടാകും. പ്രവചനത്താൽ രോഗങ്ങളെ അഴിക്കും, ബന്ധനങ്ങളെ പൊട്ടിക്കും, ഭൂതങ്ങൾ അവിടെ അലറി വിളിച്ചു മാറും. യേശു ജീവിക്കുന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു, പട്ടണത്തെ അനുഗ്രഹിക്കുന്നു. ഇസ്തിഹാമിൽ തീ കത്തും. ആത്മാവിൻ്റെ ബലത്തോടെ ഞങ്ങൾ പോവും. നന്ദി കർത്താവേ. കൃപ കൊണ്ട് കർത്താവ് സഹായിക്കുന്നല്ലോ. വൻ കൃപയാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. നമ്മുടെ കേരളത്തിലെ പ്രാർത്ഥനകളെ ഓർത്ത് നന്ദി പറയണേ, മറക്കരുതേ. വേഗത്തിൽ അത് ക്രമീകരിക്കുക. ഞാൻ എൻ്റെ ഉള്ളത്തെ ദിവസങ്ങളിലൊക്കെ വലിയൊരു തീഷ്ണത എൻ്റെ അകത്തുണ്ടാകുകയാണ്. പട്ടണങ്ങൾ നമുക്ക് ഒരുങ്ങാം. എല്ലാം റെഡിയാണ്. കണ്ണൂരും കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും നമുക്ക് എല്ലാം ഉള്ള പട്ടണങ്ങൾ, എറണാകുളമൊക്കെ ഒന്ന്, തൃശ്ശൂരും ഒക്കെ ഒന്ന് റെഡിയായിക്കേ. എല്ലാവരും ഒന്ന് ചാർജ് ആയിക്കേ. യേശുവിന് വേണ്ടി തയ്യാറായിക്കേ. ഭവനങ്ങളിൽ പൊക്കെ യേശു വരുന്നുണ്ടെന്ന് പറ. യേശു ഞങ്ങളെ വിടിവിക്കാൻ വരുന്നുണ്ടെന്ന് പറ. ധൈര്യമായിട്ട് പറ. യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. ബ്രദറല്ല വരുന്നത്, യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു. അപ്പോൾ ഭവനങ്ങളിൽ ചെല്ലുക, പട്ടണങ്ങളൊക്കെ വിടിവിക്കുക. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ലഭിച്ചു.